أعوذ بالله من الشيطان الرجيم. وإذ قالت الملائكة يا مريم إن الله اصطفاك وطهرك واصطفاك على نساء العالمين. يا مريم اقنتي لربك واسجدي واركعي مع الراكعين. ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ يلقون أقلامهم أيهم يكفل مريم وما كنت لديهم إذ يختصمون. إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين ويكلم الناس في المهد وكهلا ومن الصالحين. صدق الله العلي العظيم. നാം കഴിഞ്ഞ ആഴ്ച സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള ദുആ ആണ് അവസാനമായി വിവരിച്ചത്. നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിലാണ് നാം ബോധിപ്പിക്കേണ്ടത്, നമ്മുടെ ആവശ്യങ്ങളും അപരാധികളും എന്ന് സക്കരിയ നബിയുടെയും മറ്റ് പ്രവാചകന്മാരുടെയും പരിശുദ്ധ ഖുർആനിൽ വന്ന സ്വാലിഹീങ്ങളുടെ ദുആകളും എല്ലാം തെളിവാക്കിക്കൊണ്ട് നാം പറയുകയുണ്ടായി. അതിൻ്റെ മുൻപത്തെ ക്ലാസ്സിൽ നേർച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള നേർച്ചയല്ല പരിശുദ്ധ ഖുർആനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച നേർച്ച, മറിച്ച് ഒരു ഐച്ഛികമായ സുന്നത്തായ പുണ്യകർമ്മം ഞാൻ നിർവഹിക്കുമെന്ന് നേർച്ച നേരുക. അപ്പോൾ അത് നിർബന്ധമായി തീരും. അങ്ങനെ അത് നിർവഹിക്കുക, അത് വലിയ ഒരു പുണ്യകർമ്മമാണ് എന്ന് നാം പറയുകയുണ്ടായി. അപ്പം നമ്മുടെ ആവശ്യം നേടാൻ വേണ്ടി എനിക്ക് ഇന്നത് കിട്ടിയാൽ ഞാൻ ഇന്ന സൽക്കർമ്മം ചെയ്യും എന്ന നേർച്ചയല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആ വെച്ചുകൊണ്ട് നാം പറയുകയുണ്ടായി, നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് നേർക്ക് നേരെ ബോധിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ ദുആക്ക് ഉത്തരം കിട്ടാൻ ഒന്ന് രണ്ട് മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഹദീസുകളിലൂടെ നിർദ്ദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടി അതിനോടനുബന്ധിച്ച് മനസ്സിലാക്കപ്പെടേണ്ടതാണ്. അതിലൊന്ന്, നാം നമ്മുടെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ദുആ. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എനിക്ക് ഇന്നത് കിട്ടിയാൽ ഇന്നത് ഞാൻ ചെയ്യും എന്നതല്ല, മറിച്ച് നാം നമ്മുടെ ജീവിതകാലത്ത് അല്ലാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും പ്രതിഫലവും ആഗ്രഹിച്ചു കൊണ്ട് ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ അത് മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യാം. അതിന് തവസ്സുൽ എന്ന് പറയും, ഇട തേടുക. മറ്റൊന്ന്, ജീവിച്ചിരിക്കുന്നവരായ സ്വാലിഹീങ്ങളായ ആളുകളോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്യുക, ആവശ്യപ്പെടുക. ഇത് രണ്ടും ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. ഈ രണ്ട് മാർഗവും നമുക്ക് അവലംബിക്കാം. നമുക്കറിയാമല്ലോ, എല്ലാവരുടെയും ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപോലെയല്ല സ്വീകരിക്കുക. സ്വാലിഹീങ്ങളായ അള്ളാഹുവിനെ അങ്ങേയറ്റം തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ടാവും. നാം ദീർഘിച്ചു പോകും എന്നതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. കഴിഞ്ഞ് പറയൂ ഞാൻ ആരാണ് എന്ന ആ പരമ്പരയിൽ നാം
ഉവൈസ് ഇബ്നു ആമിർ അൽ ഖറനി എന്ന് പറയുന്ന മഹാനെക്കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ അദ്ദേഹം കണ്ടിട്ടില്ല, അദ്ദേഹം നബിയെയും കണ്ടിട്ടില്ല. അദ്ദേഹം ജീവിക്കുന്നത് മദീനയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള യമനിലാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് സ്വഹാബികളെ പരിചയപ്പെടുത്തിയത്, അദ്ദേഹം ഇദാ അഖ്സമ അലല്ലാഹി ലഅബറഹു, അദ്ദേഹം അല്ലാഹു തആലയോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ ലഅബറഹു, അല്ലാഹു തആല അതങ്ങ് നിറവടിയാക്കും എന്നാണ്. അപ്പൊ എന്താ കാര്യം? ആകെ രണ്ട് കാര്യമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുള്ളൂ. ഒന്ന്, മാതാവിനോട് അങ്ങേയറ്റം പുണ്യം ചെയ്യുന്ന ആളായിരുന്നു എന്നാണ്. അതുപോലെ തന്നെ അങ്ങേയറ്റത്തെ ഇഖ്ലാസോട് കൂടിയാണ് അദ്ദേഹം ജീവിച്ചത്. ജനങ്ങളിടയിലെ പേരും പ്രശസ്തിയും ഒന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചില്ല എന്നല്ല, ജനങ്ങളിൽ ഒരു അപരിചിതനായി ജീവിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടതായി നാം മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവരും മുസ്ലിങ്ങളാണ്, എല്ലാവരും നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ എല്ലാവരുടെയും അല്ലാഹു തആലാന്റെ അടുത്തുള്ള സ്ഥാനം ഒന്നല്ല. ചില ആളുകൾ ചോദിച്ചാൽ അല്ലാഹു തആല അതങ്ങ് നൽകും. ചില ആളുകൾ പ്രതിജ്ഞ ചെയ്താൽ അല്ലാഹു തആല അങ്ങ് നിറവടിയാക്കും. അപ്പോൾ സാലിഹീങ്ങളായ ആളുകളോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക, ഇതിനും തവസ്സുൽ എന്നാണ് പറയുക, ഇടതേടുക. കാരണം അദ്ദേഹമാണ് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. എന്നാൽ മരിച്ചു കഴിഞ്ഞ ആളുകളോട് ഇടതേടാൻ പാടുള്ളതല്ല, അവരുടെ ജാറത്തിങ്ങൾ ചെന്നിട്ട് പറയാൻ പാടുള്ളതല്ല. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതോടൊപ്പം നാം ചെയ്ത സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യാം. ഇതിനും പ്രത്യേകം ഇജാബത്തുണ്ട്. ഇതും ഹദീസിൽ വന്നതാണ്. മുസ്ലിങ്ങളെല്ലാവരും കേട്ട് കഴിഞ്ഞൊരു സംഭവമാണ്. 3 ആളുകൾ ദീർഘയാത്ര പോയി. ഒരു വനാന്തർഭാഗത്ത് മഴ പെയ്തപ്പോൾ അഭയം തേടാൻ വേണ്ടി ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. വലിയ കനത്ത പേമാരിയും എല്ലാമാണ്. പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വലിയ വലിയ പാറക്കല്ല് നമ്മുടെ ചൂരൽമല മുണ്ടക്കയിലൊക്കെ ഉണ്ടായതുപോലെ ഉരുണ്ട് വന്ന് ഇവരുടെ ഗുഹാമുഖത്ത് നിലയുറപ്പിച്ചു. ആ ഗുഹാമുഖം അടഞ്ഞു. ഇവർക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. അവിടെ വെച്ച് അവർ പരസ്പരം പറഞ്ഞ് അവർ ഉന്താനും തള്ളാനൊക്കെ നോക്കി. പക്ഷേ ഇവ 10 പേര് ഉന്തിയാൽ പോലും അനങ്ങാത്ത പാറയാണ്. പുറത്തു നിന്നൊരു സഹായവും പ്രതീക്ഷിക്കാനില്ല. ഫയർ ബ്രിഗേഡിനെ ഇൻഫോം ചെയ്തിട്ട് വരാനൊന്നുമില്ല. അവർ പറഞ്ഞു, നാം ചെയ്ത അമലുകൾ മുൻനിർത്തി ദുആ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അങ്ങനെ അവർ ദുആ ചെയ്തു. അതിൽ 3 പേരും അവരുടെ ജീവിതകാലത്ത് ചെയ്ത വളരെ അമൂല്യമായ ഓരോ സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ദുആ ചെയ്തത്. അതിലേക്ക് നാം പ്രവേശിക്കുന്നില്ല. അങ്ങനെ ഒരാൾ ദുആ ചെയ്തു, ആ പാറ അല്പം നീങ്ങി. ആ കർമ്മങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കിയൊക്കെ വേണ്ടതാണ്. അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നമ്മൾ സൂറത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. രണ്ടാമത്തെ ആൾ ദുആ ചെയ്തു. അതും നമ്മളൊന്നും ജീവിതത്തിൽ നമുക്ക് ഫോളോ ചെയ്യാനും പകർത്താനും കഴിയാത്തൊന്നുമല്ല, നല്ല കരുത്തുള്ള ഈമാനുള്ളവർക്ക് മാത്രം സാധിക്കുന്ന സംഗതിയാണ്. അങ്ങനെ അദ്ദേഹം ദുആ ചെയ്തപ്പോൾ പാറ അല്പം കൂടി നീങ്ങി. പക്ഷേ പുറത്ത് കിടക്കാൻ തക്ക ഗ്യാപ്പായിട്ടില്ല. മൂന്നാമത്തെ ആൾ കൂടി ദുആ ചെയ്തു. അത് അതിനേക്കാളും എന്താ പറയുക, നമുക്കൊന്നും സാധ്യമാകാത്ത എന്നാൽ സാധ്യമാകേണ്ട ഒരു സംഗതിയാണ്. ആ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോൾ പാറ കുറച്ചുകൂടെ മാറി അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പം നാം ചെയ്ത കർമ്മങ്ങൾ, ഞാൻ ഇന്നത് ചെയ്യുന്നല്ല, കുറച്ചോനെ എൻ്റെ മകൻ പിന്നെ എൻട്രൻസ് എക്സാമിന് ക്വാളിഫൈ ചെയ്തിട്ട് മെഡിസിന് സീറ്റ് കിട്ടിയാൽ ഞാൻ ഉംറക്ക് പോകുന്നല്ല. നമ്മുടെ ജീവിതകാലത്ത് അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത അമലുകൾ മുൻനിർത്തിയിട്ടുള്ളതോ, ഇതാണ് ഹദീസിൽ വന്നത്. എങ്ങനെയാണോ പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുള്ളത്, നമുക്ക് മാതൃക നബിയും സഹാബത്തും കാണിച്ചു തന്നിട്ടുള്ള അതാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഇടതേടാം, സ്വാലിഹീങ്ങളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. നാം ജീവിതകാലത്ത് ചെയ്ത അമലുകൾ മുൻനിർത്തി ദുആ ചെയ്യാം.
ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സാധിക്കേണ്ടത്. ഇതൊന്നുമല്ലാതെ നേർക്ക് നേരെ ഈ പ്രവാചകന്മാരൊക്കെ ചെയ്തതുപോലെ നേർക്ക് നേരെ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. എന്നാൽ ഏതെങ്കിലും നിർണായക കാര്യങ്ങൾ നമുക്ക് അത് സാധിച്ചു കിട്ടാൻ വേണ്ടി ഈ മാർഗങ്ങളും അവലംബിക്കാം. ഇതിലപ്പുറം നമ്മുടെ നാട്ടിൽ നടപ്പുള്ള ജാറാജാറങ്ങളിൽ മുഴുവൻ പോയിക്കൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങളും ആവരാധികളും അവിടെ ബോധിപ്പിക്കുന്ന സമ്പ്രദായം പരിശുദ്ധ ഖുർആൻ കർശനമായി വിരോധിച്ചിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 100 കണക്കിന് ഹദീസുകളിൽ അത് നിരോധിച്ചിട്ടുള്ളതാണ്. മഹാപാപങ്ങളിൽപ്പെട്ടതാണ്. ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇനി നാം അതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാം സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്തു. ആ ദുആ കഴിഞ്ഞ ഉടനെ മലക്കുകൾ വന്നുകൊണ്ട് അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. യഹ്യ എന്ന പേരിലുള്ള ഒരു മകനെക്കുറിച്ച്. ആ മകൻ സയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ, അദ്ദേഹം സയ്യിദായിരിക്കും, ഹസൂറായിരിക്കും, വനബിയ്യൻ മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട അമ്പിയാക്കന്മാരിൽ ഒരാളുമായിരിക്കും. അല്ലാഹു തആല ചോദിച്ചതിൻ്റെ അപ്പുറമാണ് കൊടുക്കുക. ഒരു സാലിഹായ സന്താനത്തെ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ അതിലപ്പുറമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഖാല, ഇത് കേട്ടപ്പോൾ ആശ്ചര്യത്തോടു കൂടി സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചു, റബ്ബി അന്നാ യകൂനു ലി ഗുലാമുൻ, നാഥ എനിക്കെങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാകുക? വഖദ് ബലഗനിയൽ കിബർ, എനിക്ക് അങ്ങേയറ്റത്തെ വാർദ്ധക്യം ബാധിച്ചു കഴിഞ്ഞുവല്ലോ. വംറഅതി ആഖിർ, എൻ്റെ ഭാര്യയാകട്ടെ ഒരു വന്ധ്യയാകുന്നു, പ്രസവിക്കാത്ത സ്ത്രീയാകുന്നു. ഇത് തന്നെ സൂറത്ത് മറിയമിൽ പറയുന്നുണ്ട്, ഞാൻ കംപ്ലീറ്റ് നരച്ചു, ഒരു കറുത്ത മുടിയോ ഒരു താടിരോമമോ ഇല്ലാത്ത അവസ്ഥയിൽ പരിപൂർണമായി ജരാനരകൾ ബാധിച്ചു കഴിഞ്ഞുവല്ലോ എന്ന് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ ബോധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രത്യുത്തരം, കദാലിക അല്ലാഹു യഫ്അലു മാ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. കാര്യകാരണ ബന്ധങ്ങളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ബാധകമല്ല. സ്ത്രീകൾ മാസമുറയില്ലാത്തവരാണ്, അവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് കുഞ്ഞുങ്ങൾ ജനിക്കുകയില്ല എന്ന് നാം നമ്മുടെ അറിവ് വെച്ചുകൊണ്ട് മനസ്സിലാക്കുന്നു. പക്ഷെ അത് നമുക്ക് മാത്രം ബാധകമായ നിയമമാണ്. അല്ലാഹു തആല ഒരു നിയമവുമായും ബന്ധിതനല്ല. അല്ലാഹു തആലയാണ് നിയമം ഉണ്ടാക്കുന്നത്. തീയുടെ ധർമ്മം കരിച്ചു കളയുക എന്നതാണ്. തീയിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് ചൂടായി അത് കരിഞ്ഞ് അത് നശിക്കും, വെണ്ണീറായി തീരും. എന്നാൽ അതേ തീയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എറിഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, അല്ലയോ തീ, ഇബ്രാഹിം നബിക്ക് നീ തണുപ്പും രക്ഷയുമായി ഭവിക്കുക. അങ്ങനെ ഭവിച്ചു. അപ്പോൾ തീക്ക് കരിക്കുക എന്ന ധർമ്മം നൽകിയ അല്ലാഹു തആലക്ക് തണുപ്പിക്കുക എന്ന ധർമ്മവും നൽകാൻ കഴിയും. അപ്പോൾ കാര്യകാരണ ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ബാധകമല്ല, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് മാത്രം ബാധകമായതാണ്. കദാലിക അല്ലാഹു യഫ്അലു മാ യശാ, അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. ഖാല റബ്ബി ജഅൽ ലി ആയ, അപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ബോധിപ്പിച്ചു, എനിക്കൊരു ദൃഷ്ടാന്തം കാണിച്ചു തരണമേ. എന്ന് വെച്ചാൽ എനിക്ക് ഒരു കുഞ്ഞ് ജനിക്കും എന്നതിന് കാരണം അതിഭൗതികമായ രൂപത്തിലാണ്, കാര്യകാരണങ്ങൾക്ക് വിരുദ്ധമായ രൂപത്തിലാണ് എനിക്ക് സന്താനം ലഭിക്കാൻ പോകുന്നത്. അതിന് എനിക്കൊരു ദൃഷ്ടാന്തം, ഒരു തെളിവ് നൽകണമേ എന്ന് സക്കരിയ നബി അലൈഹിസ്സലാം ബോധിപ്പിച്ചു. ഖാല, അല്ലാഹു തആല പറഞ്ഞു, ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസത അയ്യാമിൻ ഇല്ലാ റംസാ, നിനക്ക് 3 രാത്രികൾ സംസാരിക്കാൻ കഴിയുകയില്ല, സംസാരശേഷി നഷ്ടപ്പെടും. ഇല്ലാ റംസ, ആംഗ്യം കാണിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. ഇതാണ് നിന്റെ തെളിവ്. താങ്കൾക്ക് സന്താനം ജനിക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാകുന്നു ഇത്. എന്നിട്ടോ വദ്കുർ റബ്ബക കസീറൻ
വസബ്ബിഹ് ബിൽ അശീ വൽ ഇബ്കാർ. സംസാരിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ വദ്കുർ റബ്ബക കസീറ, താങ്കളുടെ നാഥനെ ധാരാളമായി ദിക്ർ ചെയ്യുക. വസബ്ബിഹ് ബിൽ അശീ വൽ അബ്കാർ, പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനെ വാഴ്ത്തുകയും ചെയ്യുക, തസ്ബീഹ് ചെയ്യുകയും ചെയ്യുക. അതിന് ഈ സംസാരശേഷി ഇല്ലാത്തത് ബാധകമാകുകയില്ല. അപ്പോൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക എന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ പ്രദോഷത്തിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും വാഴ്ത്തുക എന്നത് നമസ്കാരത്തിന് പര്യായമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമസ്കാരത്തിനോ ദിക്റുകൾ ചൊല്ലുന്നതിനോ തസ്ബീഹ് ചൊല്ലുന്നതിനോ ഇത് ബാധകമല്ല, അതെല്ലാം ചെയ്യാൻ കഴിയും. പക്ഷെ ബാക്കി കാര്യങ്ങളൊന്നും സംസാരിക്കാൻ സാധിക്കുകയില്ല, ആംഗ്യം കാണിക്കാനേ പറ്റൂ. ഇങ്ങനെ ഒരു 3 ദിവസം താങ്കൾക്ക് സമാഗതമാകുകയാണെങ്കിൽ അതാകുന്നു തെളിവ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ അത്ഭുതം ഉണ്ടാവും. അതെങ്ങനെ ഇപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത ആൾ ദിക്റ് ചൊല്ലുക? ഒട്ടും അത്ഭുതം വേണ്ട. നാം ജീവിക്കുന്ന കാലത്ത് നമ്മുടെ ഇപ്പോൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന അബ്ദുൾ റസാഖ് സാഹിബ് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു 2 ദിവസം മുമ്പ്. നേരത്തെ കുറേ മാസങ്ങൾക്ക് മുമ്പ് അത്തരം ഒരു വീഡിയോ വേറെ ലഭിക്കുകയുണ്ടായി. ഈജിപ്തിലാണ് സംഭവം. ഒരു യുവാവ്, ആ യുവാവിന് സംസാരിക്കാൻ കഴിയുകയില്ല, ആംഗ്യം കാണിക്കാൻ മാത്രമേ പറ്റൂ. ആ വീഡിയോയിൽ തന്നെ ആ ചെറുപ്പക്കാരൻ ആംഗ്യം കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈജിപ്തിലെ ഹെൽത്ത് മിനിസ്ട്രി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റും ഉണ്ട്, അത് കാണിക്കുന്നുണ്ട് വളരെ വ്യക്തമായി. ഇദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുകയില്ല, സംസാരശേഷിയില്ല, ഇതാണ് സർട്ടിഫിക്കറ്റ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യാൻ സാധിക്കുന്നു. അതിനൊരു മുടക്കവുമില്ല. അത് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്തു. നിങ്ങളിൽ പലരും അത് കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്യാം, എല്ലാവർക്കും കാണാനും കേൾക്കാനും വേണ്ടി. അവ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് സക്കരിയ നബി അലൈഹിസ്സലാമിന് ലൗകിക കാര്യങ്ങളൊന്നും സംസാരിക്കാൻ 3 ദിവസം സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന് കുഴപ്പവുമില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല. നാം ജീവിക്കുന്ന കാലഘട്ടത്തിലും അങ്ങനെയുള്ള അത്ഭുതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊണ്ടിരിക്കുന്നു. വഇദ് ഖാലത്തിൽ മലായികത്തു, ഇനി ആ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെയും ഇമ്രാൻ കുടുംബത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ അവിടെ അവസാനിപ്പിച്ചുവെങ്കിലും അതിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. വഇദ് ഖാലത്തിൽ മലായികത്തു യാ മറിയം, മലക്കുകൾ മറിയം ബീവിയെ വിളിച്ച സന്ദർഭം റളിയല്ലാഹു അൻഹാ. ഇന്നല്ലാഹ അസ്തഫാകി, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ലോകരിൽ നിന്ന്. വതഹറകി, താങ്കളെ അല്ലാഹു തആല വിശുദ്ധയാക്കിയിരിക്കുന്നു. വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, അങ്ങനെ വെറുതെ മറിയം ബീവിയെ തിരഞ്ഞെടുക്കുക മാത്രമല്ല ചെയ്തത്, അലാ നിസാഇൽ ആലമീൻ, സർവ്വലോകരിലും വെച്ച് അല്ലാഹു തആല സവിശേഷം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് വിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹരീമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഹരീമിന്റെ അവസാനത്തെ ആയത്തുകളിൽ പറയുകയുണ്ടായി, ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു, സത്യനിഷേധികൾക്ക് മാതൃകയായിക്കൊണ്ട് അല്ലാഹു തആല അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്, നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെ ലോക ജനതക്ക്, സത്യനിഷേധികൾക്ക് മാതൃകയായിക്കൊണ്ട് അല്ലാഹു തആല ഉദാഹരണമായിക്കൊണ്ട് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് തുടർന്നുള്ള ആയത്തിൽ പറയുന്നത് വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ, ലോകത്തെ മൊത്തം സത്യവിശ്വാസികൾക്ക് മാതൃകയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നു. ഒന്ന് ഇംറഅത ഫിറഔൻ, ഫിറഔന്റെ ഭാര്യയാണ്. അവസാനത്തെ ആയത്തിൽ പറയുന്നത് വമറിയം ബിനത ഇമ്രാൻ അല്ലതി, ഇമ്രാന്റെ മകൾ മറിയം ബീവിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ജനങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് മാതൃകയായിക്കൊണ്ട് അവതരിപ്പിക്കുന്നു. അപ്പൊ ലോക വനിതകൾക്ക് തന്നെ മാതൃകയായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയെ അവതരിപ്പിക്കുന്നത്.
സ്ത്രീകൾക്ക് സ്ഥാനമില്ല, പുരുഷ മേധാവിത്വമാണ്, സ്ത്രീകളെ ഇകഴ്ത്തുന്ന മതമാണ് എന്നൊക്കെയാണ് ഇസ്ലാമിനെ കുറിച്ച് ശത്രുക്കൾ പറയാറുള്ളത്. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ തന്നെ പെട്ട പല നാമധാരികളും അത് എടുത്തുപയോഗിക്കാറുണ്ട്. എന്നാൽ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിട്ടുള്ള സ്ഥാനം പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ വമ്പിച്ച സ്ഥാനമാണ്. മൊത്തം ആണുങ്ങളും പെണ്ണുങ്ങളുള്ള സത്യവിശ്വാസികളുടെ സമൂഹത്തിന് മാതൃകയായിക്കൊണ്ടാണ്, റോൾ മോഡലായിക്കൊണ്ടാണ് ഫിറൗന്റെ ഭാര്യയെയും മറിയം ബീവിയെയും അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. ഇതിനേക്കാൾ വലിയ സ്ഥാനം, ബഹുമതി എന്താണ് വനിതകൾക്ക് നൽകാനുള്ളത്? തുടർന്ന് പറയുകയാണ്, യാ മറിയമു, അല്ലയോ മറിയം, ഇഖ്നുതി ലിറബ്ബികി ഉഖ്നുതി ലിറബ്ബികി വസ്ജുദി വർക്കഈ മഅർ റാക്കിഈൻ. താങ്കളുടെ റബ്ബിന് വിധേയത്വമുള്ള, റബ്ബിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുക. വസ്ജുദി വർക്കഈ മഅർ റാക്കിഈൻ, സുജൂദ് ചെയ്യുന്നവരോടും റുക്കൂ ചെയ്യുന്നവരോടുമൊപ്പം ആ ആരാധനാ കർമ്മങ്ങളിൽ നിമഗ്നയാകുക. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് മറിയം ബീവിയോട്. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറയുകയാണ് നബിയോട്, ദാലിക മിൻ അംബാഇൽ ഗൈബി, ഇതെല്ലാം തന്നെ അദൃശ്യമായ വർത്തമാനങ്ങളാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നതിൻ്റെയും 1500 വർഷങ്ങൾക്ക് മുൻപ് നബി ജീവിക്കുന്നതല്ലാത്ത ഒരു നാട്ടിൽ നബിയുടേതല്ലാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു മഹാന്മാരുടെയും മഹദികളുടെയും വൃത്താന്തങ്ങളാകുന്നു ഈ ഇന്നല്ലാഹു അസ്തഫ ആദമ വനൂഹൻ എന്ന് തുടങ്ങിയിട്ട് ഈ വിവരിക്കുന്നത്. ദാലിക മിൻ അംബാഇൽ ഗൈബി, ഇത് ഗൈബായ വൃത്താന്തങ്ങളാകുന്നു. നൂഹീഹി ഇലൈക്, നാം താങ്കൾക്ക് ഇത് വഹിയായി, ദിവ്യ വെളിപാടായി അവതരിപ്പിച്ചു തരുന്നു. വമാ കുൻത ലദൈഹിം ഇദ് യുൽഖൂന അഖ്ലാമഹും അയ്യുഹും യക്ഫുലു മറിയം, മറിയം ബീവിയെ മസ്ജിദുൽ അഖ്സയിൽ അധിവസിപ്പിക്കുമ്പോൾ ആരാണ് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടി അവർ നറുക്കെട്ടെടുക്കുമ്പോൾ, വമാ കുൻത ലദൈഹിം ഇദ് യഖ്തസിമൂൻ, മറിയം ബീവിയുടെ സംരക്ഷണം താൻ ഏറ്റെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് മസ്ജിദുൽ അഖ്സയിലെ അന്നത്തെ പുരോഹിതന്മാർ അതിനുവേണ്ടി അവകാശവാദം ഉന്നയിച്ചപ്പോൾ അത് ആരെയാണ് ഏൽപ്പിക്കേണ്ടത് എന്നറിയാൻ വേണ്ടി അവർ നറുക്കെടുക്കുകയുണ്ടായി. നറുക്കെടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത് അഖ്ലാമുഹും, അവരുടെ പേനകൾ എന്നാണ് പറഞ്ഞത്. പേനകൾ എന്ന് പറയുമ്പോൾ അതിന് മുൻപുള്ള വേദഗ്രന്ഥം തൗറാത്താണ്. ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചിട്ടില്ല, ഇപ്പം മറിയം ബീവിയിൽ എത്തി നിൽക്കുന്നുള്ളൂ. അപ്പോൾ തൗറാത്താണ് അവരൊക്കെ ഫോളോ ചെയ്യുന്ന വേദഗ്രന്ഥം. ആ തൗറാത്ത് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പേനകൾ നമ്മളെ ഇന്നത്തെ രൂപത്തിലുള്ള പേനയല്ല. ആ പേനകളാണ് ഇവർ നറുക്കെടുപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഇവിടെ അഖ്ലാമുഹും എന്ന് പറഞ്ഞത്. ആ നറുക്കെടുപ്പിൽ സക്കരിയ നബി അലൈഹിസ്സലാമിനാണ് അതിൻ്റെ ആ നറുക്ക് ലഭിച്ചത്. സക്കരിയ നബി അലൈഹിസ്സലാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചതുപോലെ സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ മാതാവിൻ്റെ സഹോദരി പുത്രിയാകുന്നു. അപ്പം മൂത്തമ്മാൻ്റെ മകളാണെന്നർത്ഥം. മറിയം ബീവിയുടെ മറിയം ബീവിയുടെ മൂത്തമ്മയാകുന്നു ഈ സക്കരിയ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ. അപ്പം മൂത്തമ്മയുടെ ഭർത്താവ് ഞങ്ങളുടെ നാട്ടിലൊക്കെ മൂത്താപ്പ എന്ന് തന്നെയാണ് പറയുക. ഉപ്പാൻ്റെ ജ്യേഷ്ഠന് മൂത്താപ്പ എന്ന് പറയും. ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിനും മൂത്താപ്പ, ഇനി അഞ്ചത്തിയാണെങ്കിൽ എളാപ്പ എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ മറിയം ബീവിയുടെ മൂത്താപ്പയായ സക്കരിയ നബി അലൈഹി സ്വലാം പ്രവാചകനാണ് എന്ന് മാത്രമല്ല ആ മസ്ജിദുൽ അഖ്സയിലെ മുഖ്യ കാർമ്മികൻ. ഇപ്പം നമ്മൾ മസ്ജിദുൽ ഹറാമിലെയും മക്കയിലെയും ഒക്കെ മേധാവി എന്ന് അബ്ദുറഹ്മാൻ സുദീഷിനെ കുറിച്ച് പറയാറില്ലേ?
ആ ആ രൂപത്തിൽ ആ മസ്ജിദുൽ അഖ്സയുടെ മേധാവിയായിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാം. പ്രവാചകനാണ്, പോരാത്തതിന് മറിയം ബീവിയുടെ മുത്താപ്പ കൂടിയാണ്. ആ സക്കരിയ നബി അലൈഹിസ്സലാമിനാണ് ഈ നറുക്കെടുപ്പിൽ മറിയം ബീവിയുടെ സംരക്ഷണം ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം ലഭിച്ചത്. ആ നറുക്കെടുപ്പ് നടക്കുമ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാമിനെ ഏൽപ്പിക്കുമ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ വൃത്താന്തങ്ങളൊക്കെ അല്ലാഹു തആല വഹി മുഖേനയാണ് താങ്കൾക്ക് നൽകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് കാലത്തിൽ മലായിക്കത്തു, അങ്ങനെ മറിയം ബീവി വളർന്നു വലുതായി. മലക്കുകൾ മറിയം ബീവിയെ സമീപിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ, അല്ലാഹു തആല താങ്കളെ ഒരു വിശുദ്ധ വചനത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം, അദ്ദേഹത്തിന്റെ നാമം ഈസ എന്നാകുന്നു. ഫിദ്ദുനിയ വജീഹൻ ഫിദ്ദുനിയ വൽ ആഖിറ, അദ്ദേഹം ഈഹലോകത്തും പരലോകത്തും അങ്ങേയറ്റത്തെ തലയെടുപ്പുള്ള ആളാകുന്നു എന്ന് മാത്രമല്ല, മിനൽ മുഖറബീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് അങ്ങേയറ്റത്തെ സാമീപ്യമുള്ള ആളുമാകുന്നു. ഇവിടെ ഞാൻ ഈ സൂറത്ത് ആലി ഇമ്രാൻ എന്ന് ഈ സൂറത്തിന് പേര് വെച്ചപ്പോൾ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. ഈസാ നബി അലൈഹി സ്വലാമിനെ നാം എങ്ങനെ കാണുന്നു? പരിശുദ്ധ ഖുർആനെ എങ്ങനെ അവതരിപ്പിക്കുന്നു? ഈസാ നബിയുടെ മാതാവിനെ എന്ത് സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്? ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവിൻ്റെ കുടുംബത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം എന്ത്? ഈ മറിയം ബീവിയുടെ മൂത്തമ്മയും മൂത്താപ്പയും അവരെ എങ്ങനെയാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത്? ഇനി നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, നബിയുടെ കുടുംബത്തെക്കുറിച്ച്, നബിയുടെ പ്രിയ പത്നിമാരെക്കുറിച്ച്, മക്കളെക്കുറിച്ചൊക്കെ ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും എന്താണ് പറയുന്നത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഒരു താരതമ്യം നമ്മൾ നടത്തണം. പക്ഷേ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ലോകത്തെ ഏറ്റവും അസഹിഷ്ണുതയുള്ളവരായിട്ടാണ് മുസ്ലിങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്. വർഗീയവാദികളായിട്ടാണ്, ഭീകരവാദികളായിട്ടാണ്, തീവ്രവാദികളായിട്ടാണ്, മറ്റ് മതസ്ഥരെ ഉൾക്കൊള്ളാത്തവരായിട്ടാണ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. എല്ലാ വിഭാഗങ്ങളും. വെള്ളാപ്പള്ളി നടേശൻ ഏറ്റവും അവസാനം നടത്തിയ പ്രസ്താവനകൾ നിങ്ങളുടെ മുൻപിലുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം എന്താണ്? മുസ്ലിങ്ങൾ ഇതര മതസ്ഥരോട് എപ്രകാരമാണ് പെരുമാറുന്നത്? ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി. മൃഗീയ ഭൂരിപക്ഷമുള്ള അറബ് രാജ്യങ്ങളിൽ, കുവൈത്തിലുള്ളവരാ പതിയിൽ നല്ലൊരു ശതമാനം, കുവൈത്തികളായ തദ്ദേശീയരായ ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ? ഉണ്ട്. 0.05% എന്ന് വെച്ചാൽ 1000 കുവൈത്തികൾക്ക് 5 ക്രിസ്ത്യാനികളാണ്. ഏതെങ്കിലും നിലക്കുള്ള ഒരു വിവേചനം അവരവിടെ നേരിടുന്നുണ്ടോ? അവർ ക്രിസ്ത്യാനികളാണ് എന്ന് പോലും നമുക്കറിയാൻ കഴിയില്ല. ക്രിസ്ത്യാനികളില്ലാത്ത അഥവാ ഇതര മതവിഭാഗങ്ങളില്ലാത്ത രണ്ട് രാജ്യ ലോകത്തുള്ളൂ എന്നാണ്. ഒന്ന് ലിബിയ, 100% മുസ്ലിങ്ങൾ. വന്നൊന്ന് സോമാലിയ, തദ്ദേശീയരെ കുറിച്ച് പറഞ്ഞത്, ജോലിക്ക് വന്നവരെ കുറിച്ചാണ്. എന്നാൽ ഈ മൃഗീയ 97%, 98%, 100% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഈ രാജ്യങ്ങളിൽ അവിടെ ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്. ഇപ്പോഴും ഇസ്രായേലിലേക്ക് പോകാത്ത ജൂതന്മാർ അറബ് രാജ്യങ്ങളിൽ ജീവിക്കുന്നവരുണ്ട് തദ്ദേശീയരായിട്ട്. ഇറാനിൽ ധാരാളം ജൂതന്മാരുണ്ട്. അറബ് രാജ്യങ്ങളിൽ പലയിടത്തുമുണ്ട്. പക്ഷേ ഒരിക്കലും അവർ അതിൻ്റെ പേരിൽ ഒരു വിവേചനം അഭിമുഖീകരിക്കുന്നില്ല, പാടില്ല. കാരണം അവർ വിശ്വസിക്കുന്ന മൂസാ നബി അലൈഹി സ്വലാമിനെയും ഈസാ നബി അലൈഹി സ്വലാമിനെയും മഹാന്മാരായ പ്രവാചകന്മാരായി അംഗീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ഒന്നും കൂടി ഇവിടെ പറയാണ് ഒരു കഥ. ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, 100 കൊല്ലം മുമ്പാണ്, മധ്യപൗരസ്ത്യ ദേശത്ത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാണ്. ഒരു ഇംഗ്ലീഷുകാരനുണ്ട്, ഒരു അറബിയുണ്ട്, ഒരു ദ്വിഭാഷിയുണ്ട്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷും അറബി അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ അറബിയെ കണ്ടപ്പോൾ ഈ
പാശ്ചാത്യൻ പറഞ്ഞു, ക്രിസ്ത്യാനിയാണ് അയാൾ, നിങ്ങൾ പിന്നെ മുസ്ലിങ്ങൾ ഞങ്ങളെ കുട്ടികളെ, ക്രിസ്ത്യാനി കുട്ടികളെയും ജൂത കുട്ടികളെയൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുപോകും, എന്നാൽ മുസ്ലിം കുട്ടികളെ കല്യാണം കഴിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല. ഇത് ഇരട്ടത്താപ്പല്ലേ? ഇത് വിവേചനമല്ലേ? ഇതാണ് ചോദ്യം. അറബിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല. അപ്പോൾ ഈ ദ്വിഭാഷിയുണ്ട്, മൂപ്പര് പരിഭാഷപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ഈ അറബി മറുപടി പറഞ്ഞു, അത് നേരാണ്, ഞങ്ങൾ മുസ്ലിം പെൺകുട്ടികളെ നിങ്ങൾക്ക് കെട്ടിച്ചു തരൂല, നിങ്ങളെ കുട്ടികളെ നമ്മൾ കെട്ടിക്കൊണ്ടുപോകും, അത് നേരെ തന്നെയാണ്. എന്താ അതിൻ്റെ കാരണം എന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ അല്ലെങ്കിൽ ഒരു ജൂത പെണ്ണിനെ ഞങ്ങൾ കെട്ടിക്കൊണ്ടുവന്നാൽ ഒരുപാട് അറബ് ഭരണാധികാരികളുടെ ഭാര്യമാരൊക്കെ ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനി പെണ്ണുങ്ങളുണ്ട്. യാസർ അറഫാത്ത് കല്യാണം കഴിച്ച് സുഹാ തവീൽ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനി പെണ്ണിനായിരുന്നു. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞു, അല്ലാഹു അലം. പല ഭരണാധികാരികളുടെയും, നമുക്ക് ഇമ്രാൻഖാൻ അറിയാലോ, ജിമൈമ എന്ന് പറഞ്ഞ ജൂത പെണ്ണിനെ കല്യാണം കഴിച്ചിരുന്നു, 2 കുട്ടികളുമുണ്ട്. പിന്നെ വേർപെട്ടു എന്നുള്ളത് വേറെ കാര്യം. നിങ്ങളെ ജൂത പെണ്ണിനെയും ക്രിസ്ത്യാനി പെണ്ണിനെയും ഞങ്ങളെ വീട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്നാൽ മൂസാ നബിയെ കുറിച്ച് പറയുമ്പോൾ, ഈസാ നബിയെ കുറിച്ച് പറയുമ്പോൾ, മറിയം ബീവിയെ കുറിച്ച് പറയുമ്പോൾ, തൗറാത്തിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ, ഇഞ്ചീൽ പറയുമ്പോൾ ഞങ്ങൾ ആദരപൂർവ്വമാണ് അത് സ്വീകരിക്കുക. അവരെ പേര് പറയുമ്പോൾ ഞങ്ങൾ അലൈഹിസ്സലാം എന്ന് പറയും. ഈസാ നബിയുടെ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പറയും, അല്ലെങ്കിൽ അലൈഹിസ്സലാം എന്ന് പറയും. ആദരപൂർവമാണ് ഞങ്ങൾ ആ പ്രവാചകന്മാരെയും അവരെ കുടുംബത്തെ പോലും ആദരിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ വീട്ടിൽ ഒരു ക്രിസ്ത്യാനി പെണ്ണിനോ ജൂത പെണ്ണിനോ സന്തോഷപൂർവ്വം ജീവിക്കാൻ സാധിക്കും. എന്നാൽ ഒരു മുസ്ലിം പെണ്ണിനെ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നാൽ നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുന്നതിനിടയിൽ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ നിലപാട്? മുഹമ്മദ് നബി ജീവിച്ച പുണ്യപ്രദേശങ്ങളായ മക്കയെയും മദീനയെയും കുറിച്ച് നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങളുടെ പുണ്യപ്രദേശത്തെ ഞങ്ങൾ ആദരിക്കുന്നു, ഞങ്ങൾ പുണ്യം പ്രതീക്ഷിച്ച് അങ്ങോട്ട് തീർത്ഥാടനം പോകുന്നു. നിങ്ങളോ? മുഹമ്മദ് നബിയുടെ കുടുംബത്തെക്കുറിച്ച് നിങ്ങളുടെ സമീപനം എന്താണ്? നിങ്ങൾ ആദരിക്കുന്ന പ്രവാചകന്മാർ, നിങ്ങളുടെ പുണ്യപ്രദേശങ്ങൾ, നിങ്ങളുടെ വേദഗ്രന്ഥങ്ങൾ, ഇതിനെല്ലാം അംഗീകരിക്കുന്ന ഞങ്ങളുടെ വീട്ടിലെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങളുടെ വീട്ടിൽ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് പൊറുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ പാശ്ചാത്യൻ ഉത്തരം മുട്ടി. അപ്പൊ ഇവിടെ പ്രോപ്പഗണ്ടകൾ മുസ്ലിങ്ങളെ കുറിച്ച് അസഹിഷ്ണുക്കളാണെന്നാണ്. ആരാണ് യഥാർത്ഥത്തിലുള്ള അസഹിഷ്ണുക്കൾ? ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ തുടർന്ന് അതിനനുകൂലിച്ചുകൊണ്ട് ഇവിടുത്തെ ഭരണകക്ഷികൾ, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും സംസാരിച്ചു, പല മന്ത്രിമാരും സംസാരിച്ചു. എന്നാൽ യാഥാർത്ഥ്യം മറിച്ചല്ലേ? ഇവിടെ ഈ മലപ്പുറത്തൊക്കെ ഉള്ള ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മറ്റ് ജില്ലകളിൽ നിന്ന് ജോലി ആവശ്യാർത്ഥം വരുന്നവർ, അവർക്ക് ഇവിടെ പരമസുഖമാണ്. പലരും റിട്ടയർമെന്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ വീട് വെച്ച് താമസിക്കുക. യാഥാർത്ഥ്യം അതാ. പക്ഷെ പറച്ചില് മറിച്ചാണ്. ലോകാടിസ്ഥാനത്തിൽ ഇത് തന്നെയാണ്. പക്ഷെ നാം ഈ പരിശുദ്ധ ഖുർആൻ മുൻപിൽ വെച്ചിട്ട് എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. യാഥാർത്ഥ്യം ഇതാകുന്നു: നാം ആണ് ഏറ്റവും വലിയ സഹിഷ്ണുക്കൾ, നാം ആണ് ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നവർ, നാം ആണ് മതമൈത്രി കാത്തു സൂക്ഷിക്കുന്നവർ. അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ, യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കണം. അങ്ങനെ ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് മറിയം ബീവിയോട് മലക്കുകൾ സംസാരിച്ചു. മലക്കുകൾ പ്രവാചകന്മാർക്ക് വഹി എത്തിക്കാറുണ്ട്. പ്രവാചകന്മാരിൽ പലരും മലക്കുകളെ കണ്ടതായി ഖുർആനിൽ കാണാൻ സാധിക്കും, മലക്കുകളോട് സംസാരിച്ചതായി കാണാൻ സാധിക്കും. എന്നാൽ പ്രവാചകന്മാരായി വനിതകളാരും വന്നിട്ടില്ല. എന്നാൽ 2 വനിതകളോട് മലക്കുകൾ സംസാരിച്ചതായി പരിശുദ്ധ ഖുർആനിലുണ്ട്. അതൊന്ന് മറിയം ബീവിയോടാണ്. രണ്ടാമത്തേത് ഈയിടെ നാം പറയൂ ഞാൻ ആരാണ് എന്ന പരമ്പരയിൽ വിവരിക്കുകയുണ്ടായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ സാറാ ബീവിയാണ്. അവരോട് മലക്കുകൾ നേർക്ക് നേരെ സംസാരിച്ചു. അവർ മലക്കുകളോട് പ്രത്യുത്തരം ചെയ്തു. പക്ഷെ മനുഷ്യവേഷത്തിലാണ് വന്നിരുന്നത്.
മനുഷ്യവേഷത്തിലാണ് മലക്കുകൾ പലപ്പോഴും വരിക. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വഹി എത്തിക്കാൻ മനുഷ്യവേഷത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ സ്വഹാബത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്ത്രീകൾ മലക്കുകളുമായി സംസാരിച്ചതായി ഖുർആനിൽ പരാമർശിക്കപ്പെട്ടത് ഈ 2 പേരാകുന്നു. എന്നിട്ട് മലക്കുകൾ സംഭാഷണം തുടരുകയാണ്. വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹ്ലൻ. ഇവിടെ കലിമത്ത് എന്നാണ് ഇവിടെ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് യുബശ്ശിറുകി ബി കലിമത്തിൻ, ഒരു കലിമത്തിനെ കുറിച്ച്, ഒരു വിശുദ്ധ വാക്യത്തെ കുറിച്ച് അല്ലാഹു തആല സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. കാരണം മനുഷ്യരുടെ ജനനം സാധാരണഗതിയിൽ പിതാവിലൂടെയാണ്. മാതാപിതാക്കളുടെ ഇന്ദ്രിയങ്ങൾ അഥവാ മാതാവിൻ്റെ ഒരു അണ്ഡവും പിതാവിൻ്റെ ഒരു ബീജവും സംയോജിച്ചു കൊണ്ടാണ് മനുഷ്യർ പിറവി കൊള്ളുന്നത്. എന്നാൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാര്യത്തിൽ ഈ മറിയം ബീവി ഒരു പുരുഷ സ്പർശം പോലും ഏൽക്കാത്ത കന്യകയായ വനിതയാണ്. പക്ഷെ അല്ലാഹു തആല ഉത്തരവിട്ടു. ഇതാണ് ഇവിടെ കലിമത്തിൻ. മറിയം ബീവിയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിന് ജനനം നൽകാൻ, ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ അല്ലാഹു തആല ഉത്തരവിട്ടു. അല്ലാഹുവിൻ്റെ കലിമത്ത്. അങ്ങനെയാണ് ഈസാ നബി അലൈഹി സ്വലാം ജനനം കൊള്ളുന്നത്, ഗർഭം ധരിക്കുന്നത്. അതുകൊണ്ടാണ് കലിമത്ത് എന്ന് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ആ ഈസാ നബിയെ കുറിച്ച് വീണ്ടും തുടരുകയാണ്. വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി. അദ്ദേഹം വകഹ്ല, കൈക്കുഞ്ഞ മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞായിരിക്കുമ്പോഴും തൊട്ടിൽ പ്രായത്തിലും അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കും. വമിനസ് സാലിഹീൻ, അദ്ദേഹം സ്വാലിഹീങ്ങളിൽ പെട്ടവനുമായിരിക്കും. കാലത്ത്, ഇത് കേട്ടപ്പോൾ അത്ഭുതത്തോടു കൂടി മറിയം ബീവി ഈ മലക്കുകളോട് ചോദിച്ചു. മലക്കുകളോടല്ല ചോദിച്ചത്, മലക്കുകളാണ് ഇവിടെ സന്തോഷ വാർത്ത അറിയിച്ചത്. പക്ഷെ ചോദിക്കുന്ന അല്ലാഹുവിനോടാണ്. റബ്ബി അന്നാ യകൂനു ലീ വലദുൻ, നാഥ എനിക്ക് എങ്ങനെയാണ് ഒരു സന്താനം ഉണ്ടാകുക? വലം യംസസ്നി ബഷർ, ഒരു പുരുഷൻ എന്നെ സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ. ഖാല, അപ്പോൾ പ്രത്യുത്തരം ചെയ്തു, കദാലികില്ലാഹു യഖ്ലുഖു മാ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് അപ്രകാരം സൃഷ്ടിക്കുന്നു. അല്ലാഹു തആലക്ക് മനുഷ്യ സൃഷ്ടി നടത്താൻ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ബന്ധപ്പെടണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇദാ ഖദാ അംറൻ, അല്ലാഹു തആല ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, ഉണ്ടാകുക, ഭവിക്കട്ടെ എന്ന് പറയുക മാത്രമേ വേണ്ടൂ. അത് ഉണ്ടാവുകയായി, അത് ഉയർക്കൊള്ളുകയായി. അല്ലാഹു തആല സർവശക്തനാകുന്നു. അല്ലാഹു തആലക്ക് ഇന്ന രൂപത്തിലെ സൃഷ്ടി കർമ്മം നിർവഹിക്കാവൂ എന്നില്ല. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും അറിവുള്ളവനാകുന്നു, കഴിവുള്ളവനാകുന്നു. വയുഅല്ലിമുഹുൽ കിതാബ്, ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വീണ്ടും വിവരിക്കുകയാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അദ്ദേഹത്തിന് നാം വേദഗ്രന്ഥവും അതുപോലെ തന്നെ ഹിക്മത്തും പഠിപ്പിക്കും. വത്തൗറാത്ത വൽ ഇഞ്ചീൽ, തൗറാത്തും ഇഞ്ചീലും നാം അദ്ദേഹത്തിന് പഠിപ്പിക്കും. വറസൂലൻ, അദ്ദേഹം റസൂലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു നബി, റസൂൽ, ഇങ്ങനെ 2 ഉണ്ട്. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ട്. അതിൽ 313 പേരാണ് മുർസലീങ്ങൾ, റസൂലുകൾ. ഈ 313 പേർക്ക് മറ്റ് അമ്പിയാക്കന്മാരെക്കാൾ ശ്രേഷ്ഠതയും പദവിയും ഉണ്ട്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെ നാം പറയുകയുണ്ടായി. റസൂലുകൾക്ക് വേദഗ്രന്ഥം അവതരിക്കുള്ളൂ. നബിമാരൊക്കെ അതിന് മുമ്പ് അവതരിച്ച വേദഗ്രന്ഥം ഫോളോ ചെയ്തുകൊണ്ടാണ് ജീവിക്കുക, ഫോളോ ചെയ്തുകൊണ്ടാണ് പ്രബോധനം ചെയ്യുക. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം നബി മാത്രമല്ല, അദ്ദേഹം റസൂലുമായിരിക്കും. ഇലാ ബനി ഇസ്രായേൽ, പക്ഷേ അദ്ദേഹം ഇസ്രായേൽ സമുദായത്തിലേക്കുള്ള റസൂലാകുന്നു. ലോക ജനതക്കൊട്ടാകെയുള്ള റസൂൽ അല്ല. അന്യ ഖദ് ജിഅ്തുകും ബി ആയ, അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ശേഷമുള്ള കാര്യമാണ് തുടർന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? അന്യ ഖദ് ജിഅ്തുകും ബി ആയ, നിങ്ങൾക്ക് ആ കാലത്തുള്ള ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ
ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, ഞാൻ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി അല്ലാഹു തആല നിയോഗിച്ച റസൂലാകുന്നു, പ്രവാചകനാകുന്നു, നിങ്ങളിലേക്ക് ഞാൻ നിയുക്തനായിരിക്കുന്നു. അന്നി അഖ്ലുഖു ലക്കും മിനത്വീനി, എന്തൊക്കെയാണ് ഈ ദൃഷ്ടാന്തങ്ങൾ? കഹൈഅത്തി ത്വയ്രി, ഞാൻ കളിമണ്ണ് കൊണ്ട് ഒരു പറവയുടെ രൂപമുണ്ടാക്കും. ഫഅൻഫുഖു ഫീഹി, ആ രൂപമുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അതിലൊന്ന് ഊതും. അപ്പോഴോ ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, അപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അതൊരു ശരിയായ പക്ഷിയായിത്തീരും. ഒരു പക്ഷിയുടെ ആകൃതിയിൽ ഒരു പറവയായി പറന്ന് പോകുന്ന ഒരു പക്ഷിയായി അത് തീരും. വഉബ്രിഉൽ അക്മഹ വൽ അബ്റസ, അപ്രകാരം തന്നെ പാണ്ഡുരോഗികളെയും കുഷ്ഠരോഗികളെയും ഞാൻ ഇന്ന് തടവുമ്പോൾ അവർ സുഖം പ്രാപിക്കും. പാണ്ഡുരോഗമോ കുഷ്ഠരോഗമോ അവരെ ബാധിച്ചിട്ടില്ലാത്തതുപോലെ പരിപൂർണമായ സുഖം അവർ പ്രാപിക്കും. വഉഹ്യിൽ മൗത ബിഇദ്നില്ലാഹ്, മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി ഞാൻ ജീവിപ്പിക്കും. അതോടൊപ്പം വഉനബ്ബിഉകും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂതികും, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരാളെ കണ്ടു, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അവസ്ഥ എന്താണ്, വീട്ടിൽ എന്താണ് പാകം ചെയ്തിട്ടുള്ളത്, ഇത്യാദി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും, പോയി നോക്കാതെ കാണാതെ. ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, ഇതൊന്നും തന്നെ ഒരു സാധാരണ മനുഷ്യന് ക്ഷിപ്രസാധ്യമായ കാര്യമല്ല. ഇത് അള്ളാഹുവിൽ നിന്നുള്ള വഹയിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തആല നൽകിയ പ്രത്യേകമായ അമാനുഷിക സിദ്ധി, മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യക്തമായ ദൃഷ്ടാന്തമാണ് എന്ന് മാത്രമല്ല, വമുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടുമാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം അന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിന് അഭിമുഖീകരിക്കാനുണ്ടായിരുന്നത് ജൂതന്മാരെയാണ്. അതിനു മുൻപ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥം തൗറാത്താണല്ലോ. ഈ തൗറാത്ത് ഫോളോ ചെയ്യുന്നവരായിരുന്നു മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഇടയിലുള്ള പ്രവാചകന്മാരൊക്കെ തന്നെ. അപ്പോൾ ഈ തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെ അവിശ്വസിക്കേണ്ടതില്ല, എന്നെ കളവാക്കാൻ നിങ്ങൾക്ക് യാതൊരു ന്യായവുമില്ല. നിങ്ങളുടെ വേദഗ്രന്ഥം ഞാൻ അംഗീകരിക്കുന്നു, അത് ഫോളോ ചെയ്യുന്നു. അതിനുള്ള നിയമമാണ് എനിക്കും പറയാനുള്ളത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇഞ്ചീൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിലും ഇഞ്ചീലിൽ ശരീഅത്ത് ഉണ്ടായിരുന്നില്ല, നിയമവ്യവസ്ഥയില്ല. തൗറാത്തിലുള്ള നിയമവ്യവസ്ഥ ശരീഅത്ത് തന്നെയാണ് ഈസാ നബിയും ഫോളോ ചെയ്തിരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ വേദഗ്രന്ഥത്തിലുള്ള അതേ നിയമവ്യവസ്ഥ, നിങ്ങൾ അംഗീകരിക്കുന്ന പ്രവാചകന്മാരിൽ എല്ലാം വിശ്വസിച്ചുകൊണ്ട് അവരുടെ പ്രബോധനത്തിൻ്റെ തുടർച്ചയാണ് എനിക്ക് നൽകാനുള്ളത്. അതോടൊപ്പം നിങ്ങൾക്ക് മുൻപ് ഹറാമാക്കിയിരുന്ന കുറെ കാര്യങ്ങളുണ്ട്, ചില ഭക്ഷ്യവിഭവങ്ങളൊക്കെ. അത് അവരുടെ ധിക്കാരം നിമിത്തം അല്ലാഹു തആല ഒരു ഉഖൂബത്ത്, ഒരു ശിക്ഷണ നടപടി എന്ന നിലക്ക് വിരോധിച്ചതായിരുന്നു. അങ്ങനെയുള്ള സംഗതികൾ നിങ്ങൾക്ക് ഞാൻ അനുവദനീയമാക്കി തരും. വജീതുക്കും ബിആയത്തിൻ മിർ റബ്ബിക്കും, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഞാൻ ആഗതനായിരിക്കുന്നു. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്യണം. വഅതിഊൻ, എന്നെ അനുധാവനം ചെയ്യണം, എന്നെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഇതാണ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ സന്ദേശം. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദുഹു, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ റബ്ബ് അള്ളാഹു ആകുന്നു. ആ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കണം. ഹാദാ സിറാത്തുൻ മുസ്തഖീം, ഇതാകുന്നു ചൊവ്വായ മാർഗം. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്ദേശമാണിത്. എന്നാൽ ഈ സന്ദേശം എവിടെ കിടക്കുന്നു? ഈസാ നബിയുടെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ക്രിസ്ത്യാനികൾ എവിടെ കിടക്കുന്നു എന്ന് പരിശോധിച്ച് നോക്കുക. ഫലമ്മാ അഹസ്സ ഈസാ മിൻഹുൽ കുഫർ, എന്നാൽ ഈസാ നബി അലൈഹി സ്വലാം വളരെ ഗുണകാംക്ഷയോടുകൂടി ഈ പ്രബോധനം നിർവഹിച്ചുവെങ്കിലും അവർ ഈസാ നബി അലൈഹി സ്വലാമിനെ ധിക്കരിക്കുകയും കളവാക്കുകയുമാണ് ചെയ്തത്. എന്ന് മാത്രമല്ല,
ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അവരെന്താണ് പറഞ്ഞത്? ഈസാ നബി അലൈഹിസ്സലാം ജാരസന്തതിയാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇന്നും ജൂതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാകുന്നു. മറിയം ബീവി വഴി പിഴച്ച ഒരു സ്ത്രീ എന്നാണ് ഈ ജൂതന്മാരുടെ നിലപാട്. ഇന്നും അത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഈ ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിൽ തറച്ചു കൊല്ലാൻ വേണ്ടി അന്ന് അവിടെ ഭരിച്ചിരുന്ന റോമ സാമ്രാജ്യത്തിന്റെ ഗവർണറായിരുന്ന പിലാത്തോസിനെ സമീപിച്ച് അവിടെ കോടതിയിൽ കേസ് കൊടുത്തവരാണ് ജൂതന്മാർ. അങ്ങനെ കേസ് കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാമിനെ കുരിശിൽ തറച്ചു കൊല്ലാൻ വിധിയും സമ്പാദിച്ചു. അങ്ങനെ ഞങ്ങൾ കൊന്നു എന്നാണ് അവരുടെ അവകാശവാദം. അത് വലിയ കേമത്തരമായിട്ടാണ് ജൂതന്മാർ പറയാറുള്ളത്. പക്ഷെ അല്ലാഹു തആല ഉയർത്തി എന്നത് തുടർന്ന് പറയുന്നുണ്ട്. അവർക്ക് ക്രൂശിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ഈസാ നബി അലൈഹിസ്സലാം ജാരസന്തതിയാണെന്നും മറിയം ബീവി ദുർനടപ്പുകാരിയാണെന്നും വിശ്വസിക്കുകയും ഈ ഈസാ നബി അലൈഹിസ്സലാമിനെ കുരിശിൽ തറച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത, കൊന്നു എന്നാണ് ജൂതന്മാർ അവകാശപ്പെടുന്നത്, കൊല്ലപ്പെട്ടു എന്നാണ് ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നത്. എന്ന ഇതേ ജൂതന്മാരോടൊപ്പമാണ്, ജൂതരാജ്യമായ ഇസ്രായേലിനൊപ്പമാണ് സർവ ക്രൈസ്തവ രാജ്യങ്ങളും, കംപ്ലീറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, പാശ്ചാത്യ ലോകത്തുള്ള എല്ലാ അമേരിക്കൻ വൻകരയിലുള്ള 100% രാജ്യങ്ങളും, യൂറോപ്പിൽ പിന്നെ 1-2 മുസ്ലിം രാജ്യങ്ങളും കൂടെ ഉണ്ട് യൂറോപ്പിൽ, അവര് ഇല്ല. ബാക്കി ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളൊക്കെ ഈ ജൂതന്മാരോടൊപ്പമാണ്. ഏറ്റവും ഒടുവിൽ 4 ദിവസം മുമ്പുണ്ടായ ഒരു സംഭവം, നെതർലാൻഡ്സ്, നമ്മൾ ഹോളണ്ട് എന്നും പറയും, നമ്മുടെ ഇക്ബാൽ സാഹിബിൻ്റെ ഒക്കെ മകൻ അവിടെയാണുള്ളത്. അവിടുത്തെ വിദേശകാര്യമന്ത്രി ഈ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന പെണ്ണുങ്ങളെയും കുട്ടികളെയും പോലും കൊല്ലുന്നത് കണ്ട് സഹിക്കാത്തത് കൊണ്ട് വിദേശകാര്യമന്ത്രി പറഞ്ഞു, നമ്മൾ നെതർലാൻഡ്സ് ഇസ്രായേലിനെതിരെ ഉപരോധം കൊണ്ടുവരാൻ പോവുകയാണ്. ഉപരോധം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കൊടുക്കൂല, വാങ്ങൂല, ഇതാണിപ്പോൾ അത്. നമ്മൾ തടിയുന്നൊന്നുമല്ല, ഏതോ ആവട്ടെ. അത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ വരുന്ന വാർത്ത ആൾ രാജിവെച്ചു എന്ന്. എന്താ കാര്യം എന്നറിയോ? ഇസ്രായേലിനൊപ്പമാണ് ആ രാജ്യം. ആ രാജ്യത്തെ ജനങ്ങൾ വിദേശകാര്യമന്ത്രിയുടെ വർത്താനം ഉപരോധം നടപ്പാക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ ആൾ രാജിവെച്ചു. മിനിയാന്ന് വന്നതാ വർത്താനം, മിനിയാന്ന് വന്നതാ. ഇവിടെ നമ്മുടെ നാട്ടിൽ പറയില്ലേ, ആങ്ങളെ മരിച്ചിട്ടെങ്കിലും നാത്തൂന്റെ കണ്ണീരൊന്ന് കാണണം എന്ന കുടില മനസ്കത. ശത്രുവിന്റെ ശത്രുമിത്രം എന്ന അങ്ങേയറ്റം അധാർമികമായ നിലപാട്, അതാണ് ഈ ക്രൈസ്തവ രാജ്യങ്ങളും ക്രൈസ്തവ സമൂഹവും സ്വീകരിക്കുന്നത്. രാജ്യത്തിന്റെ കാര്യം നടപോട്ടെ, നമ്മുടെ കേരളത്തിലുള്ള ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താണ്? അവരാരോടൊപ്പമാണ്? ഞാനൊരു 35 കൊല്ലം മുമ്പത്തെ 985 35 അല്ല 40 കൊല്ലമായി മുമ്പത്തെ സംഭവം ഞാൻ കുവൈത്തിൽ ചെന്ന് ആദ്യ വർഷങ്ങളിലാണ്. അപ്പോൾ TV-യിൽ ഇങ്ങനെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിലാണ് വാർത്ത. അന്ന് ഈ ചാനലുകളൊന്നുമില്ല. കുവൈറ്റ് TV ചാനൽ നമ്പർ 1, ചാനൽ നമ്പർ 2. ചാനൽ നമ്പർ 1 അറബി, 2 പിന്നെ ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിൽ വാർത്ത കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഫലസ്തീനിൽ ഇൻതിഫാദ എന്ന് പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പ് നടന്നുകൊണ്ടിരിക്കുക. എന്താ ഉയർത്തെഴുന്നേൽപ്പ്? അവിടെ ഇസ്രായേലി പട്ടാളക്കാരെ കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുക. ഇതാ സംഭവം, ഇൻതിഫാദ. അവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ലല്ലോ, സാധുക്കളുടെ കയ്യിൽ. കാരണം അതിനുമിഷ്ട ഫലസ്തീനിൽ കല്ലെടുത്ത് ഓടിക്കുക. അതുമാതിരി തന്നെ കവളമ്മൽ കല്ല് വെച്ചിട്ട് വിടും. അപ്പൊ ഇതിങ്ങനെ ഈ കവണയിൽ വെച്ച് കല്ലെടുത്തെറിയുകയും ഇടയ്ക്ക് ഇവർ തിരിച്ചു പിടി വെക്കും. എത്ര കുട്ടികൾ കൊല്ലപ്പെടും. ഇതിങ്ങനെ TV-യിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിൽ അധിനിവേശ സേനക്കെതിരെ കുട്ടികൾ ചെറുത്തുനിൽപ്പ് നടത്തുന്നു. അപ്പൊ അവിടെ കയറി വന്നൊരു ക്രിസ്ത്യാനി ഉണ്ട്. ഓനും ഇരുന്ന് കണ്ടത് മലയാളി ക്രിസ്ത്യാനി, മുസ്ലിമീങ്ങൾ താമസിക്കുന്ന റൂമാ. അവൻ കണ്ടിട്ട് എന്താ പറഞ്ഞെന്നറിയോ? അവന്മാർ മാന്യന്മാരായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ തോക്കെടുത്തങ്ങ് വെടി വെക്കത്തില്ലേ? എങ്ങനെയുണ്ട്?
ഇവരുടെ രാജ്യം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് അധീനപ്പെടുത്തി ധാരാളം ലക്ഷോപലക്ഷം ഫലസ്തീനികളെ കൊന്ന് 45 ലക്ഷം ഫലസ്തീനികളെ ആട്ടിപ്പായിച്ച് അഭയാർത്ഥികളാക്കി വീണ്ടും ഈ ഫലസ്തീനികൾ താമസിക്കുന്ന ബാക്കി പ്രദേശം കൂടെ പിടിച്ചെടുക്കാൻ വേണ്ടി അധിനിവേശം നടത്തിയ ആ പട്ടാളക്കാരോട് പാറ്റൻ ടാങ്കിന് നേരെ കല്ലെടുത്തെറിയുമ്പോൾ ഈ ജൂതന്മാർ മാന്യന്മാരായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ വെടിവെക്കത്തില്ലേ എന്ന് നമ്മുടെ മുമ്പിൽ ഇരുന്ന ഒരു ക്രിസ്ത്യാനി ചോദിക്കുക. എന്റെ അങ്ങ് ചുവന്നു. ഞാൻ സംസാരിച്ചില്ല, സംസാരിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇയാൾ അവിടുന്ന് സ്ഥലം വിട്ടു. നമ്മുടെ നാട്ടിലെ നസ്രാണി പത്രമായ മനോരമ എന്താണ് അവരുടെ നിലപാട്? ഈ ഇസ്രായേലിനോടൊപ്പമാണ് അവർ. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളൊക്കെ പാരായണം ചെയ്യുമ്പോൾ ശരിയായ നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്ന് ഈ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ മനസ്സും മസ്തിഷ്കവും ഒക്കെ ഒന്ന് റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. മിനിയാന്ന് 30-35-40 കൊല്ലം മുമ്പ് കുവൈത്തിലുണ്ടായിരുന്ന ഒരു 10-40 ഇസ്ലാമിക പ്രവർത്തകന്മാരുടെ XKG സംഗമം നടന്നു മിനിയാന്ന്. അതിൽ ഫലസ്തീൻ പ്രശ്നം ഞാൻ അവതരിപ്പിച്ചു. ഞാൻ അവതരിപ്പിച്ചതാ. കാരണം ആ ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരുന്ന മെസ്സേജ് എന്താ വെച്ചാൽ, XKG ഗ്രൂപ്പിൽ എന്താണ് മെസ്സേജുകൾ വരുന്നത്? ഒന്നും രണ്ടുമല്ല. പാശ്ചാത്യ ലോകത്ത് നടന്ന ഏതെങ്കിലും ധർണയോ ഒരു പിക്കറ്റിങ്ങോ കാണിക്കും. എന്നിട്ട് പറയും പാശ്ചാത്യ രാജ്യത്ത് ഈ ഫലസ്തീനികൾക്കെതിരെയുള്ള കിരാതമായ ആക്രമണങ്ങൾക്കെതിരെ ഭയങ്കര പിക്കറ്റിംഗ് നടക്കുന്നു, റാലികൾ നടക്കുന്നു, അവിടെ സ്തംഭിപ്പിക്കുന്നു. എന്നിട്ട് ആ മെസ്സേജിന്റെ ബാക്കി എന്താണെന്നറിയോ? അറബികള് ഇതൊക്കെ കണ്ട് കയ്യും കെട്ടിയിരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല, അവർ പെപ്സിയും കുടിച്ചിട്ട് നല്ല ഇതിലാണ്. അങ്ങനെ ഓരോ മെസ്സേജുകളും ഈ പാശ്ചാത്യരെ പൊക്കുകയും അറബികളെ ഇകഴ്ത്തിയും കൊണ്ടുള്ള മെസ്സേജുകൾ ഡെയിലി. ഞാൻ അതിൽ ഒരു വോയിസ് ഇട്ടു ഇതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട്. പാശ്ചാത്യരാണ് ഈ ഫലസ്തീനെ വെട്ടിമുറിച്ചുകൊണ്ട് ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേലിന് ആയുധം കൊടുത്തുകൊണ്ട് ഈ ഫലസ്തീനികളെ കൊല്ലിക്കുന്നത് അവരാണ്. ജർമ്മനി ഇപ്പൊ 2 ആഴ്ച മുമ്പ് മാത്രമാണ് പറഞ്ഞത് ഇനി നമ്മൾ ഇസ്രായേലിന് ആയുധം കൊടുക്കൂല, ഈ കുട്ടികൾ ഭക്ഷണമൊക്കെ നിൽക്കണോർത്തുനിന്ന് ആയുധം കൊടുക്കൂല എന്നാ പറഞ്ഞത്. കൊടുത്ത ആയുധം തിരിച്ചു വാങ്ങുന്നോ, കൊടുത്ത ആയുധം പ്രയോഗിക്കരുതെന്നോ, അവര് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തടുക്കുമെന്നൊന്നുമല്ല. നമ്മൾ ഇനി ആയുധം കൊടുക്കൂല, ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഈ കൊല്ലാൻ വേണ്ടിയിട്ട്, ഇനി നമ്മൾ കൊടുക്കൂല. ഇതാ ഈ പറഞ്ഞത്. ഈ പാശ്ചാത്യ രാജ്യങ്ങളാണ് ഈ ഫലസ്തീൻ വീണ്ടെടുക്കാൻ വേണ്ടി ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുദീർഘമായ 3 നൂറ്റാണ്ടുകളുടെ യുദ്ധം നടത്തിയത്. അതാണ് ഏറ്റവും ദീർഘമായ യുദ്ധം. 9, 10, 11 നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന യുദ്ധമാണ്. ഈ ഫലസ്തീൻ വീണ്ടെടുക്കാൻ വേണ്ടി മൊത്തം പാശ്ചാത്യ രാജ്യങ്ങളുടെ പട്ടാളക്കാരല്ല വന്നത്, ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസിന്റെയും ജർമ്മനിയുടെ ഒക്കെ രാജാക്കന്മാർ ഉൾപ്പെടെയാണ് വന്നത്. അങ്ങനെ ആദ്യം അവരെ പിടിച്ചെടുത്തു. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഷാം പ്രദേശം ഫലസ്തീൻ മസ്ജിദുൽ അഖ്സ മുസ്ലിങ്ങളുടെ അധീനത്തിൽ വന്നതാ. അത് വീണ്ടെടുക്കാൻ വേണ്ടി അവര് വന്ന് 70,000 മുസ്ലിങ്ങളെയാണ് മസ്ജിദുൽ അഖ്സയുടെ അങ്കണത്തിൽ കശാപ്പ് ചെയ്തത്. ചെരുപ്പടിക്ക് രക്തമായിരുന്നു മസ്ജിദുൽ അഖ്സയിൽ എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70,000 മുസ്ലിങ്ങൾ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷണത്തിന് വേണ്ടി. ആരാണ് നടത്തിയത്? ഈ പാശ്ചാത്യ രാജ്യങ്ങളാണ്. പറയേണ്ടത് അന്നത്തെ അമേരിക്കൻ വൻകര ഇല്ല. അമേരിക്കൻ വൻകര കണ്ടെത്തുന്നതിന് മുമ്പായി സംഭവം. ഈ യൂറോപ്പിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസിൽ നിന്നും സ്പെയിനിൽ നിന്നും ഒക്കെ കുടിയേറിയവരാണ് അമേരിക്കൻ വൻകരയിലുള്ളത്. സ്പെയിൻകാരനായ കൊളംബസ് ആണല്ലോ അമേരിക്കൻ വൻകര കണ്ടെത്തി എന്ന് പറയപ്പെടുന്നത്. പിന്നീട് ആഫ്രിക്കയിൽ നിന്ന് ബലം പ്രയോഗിച്ച് അടിമകളെ കൊണ്ടുപോയിട്ടാണ് ഈ വൻകര ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടേക്ക് കുടിയേറിയവരൊക്കെ തന്നെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. എന്ന് മാത്രമല്ല, ഈ അമേരിക്കൻ രാജ്യങ്ങൾ ഭരിച്ചിരുന്നത് തന്നെ ഇന്നത്തെ യൂറോപ്യൻ ബ്രിട്ടന്റെ കോളനിയായിരുന്നു, ബ്രിട്ടന്റെ ഭാഗമായിരുന്നു USA അമേരിക്ക. കേവലം 200 വർഷം മുൻപാണ് സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ആ മോചനം നേടിയത്. കാനഡ ഫ്രാൻസിന്റെ കോളനിയായിരുന്നു. ഇപ്പോഴും ഈ
ഫ്രാൻസിൻ്റെ അല്ല, ഇംഗ്ലണ്ടിൻ്റെ തന്നെ ഇപ്പോഴും കാനഡയുടെ പരമോന്നത ഭരണാധികാരി ഭരണ പ്രകാരം ഇംഗ്ലീഷ് രാജാവാണ്. നേരത്തെ രാജ്ഞിയായിരുന്നു, ഇപ്പൊ രാജാവാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അമേരിക്കൻ വൻകര, US ആവട്ടെ, കാനഡ ആവട്ടെ, ബ്രസീൽ ആവട്ടെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാവട്ടെ, അതൊക്കെ തന്നെ യൂറോപ്പിന്റെ ഒരു പരിച്ഛേദം. യൂറോപ്പിൽ അതേ ഭാഷകളാണ് അവിടെ ഉള്ളത്. ഒരിടത്ത് ഫ്രഞ്ച് ആണെങ്കിൽ ഒരിടത്ത് ഇംഗ്ലീഷ് ആണ്, ഒരിടത്ത് ലാറ്റിൻ ആണ്, ഇങ്ങനെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ മൊത്തം പാശ്ചാത്യ ലോകം, യൂറോപ്പ് പ്ലസ് അമേരിക്ക, അവരൊരുമിച്ചാണ് ഈ ഫലസ്തീൻ വീണ്ടെടുക്കാൻ വേണ്ടി യുദ്ധം ചെയ്തത്. അവസാനം സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേതൃത്വത്തിൽ 11-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ ഈ ഫലസ്തീൻ വീണ്ടെടുത്തു യുദ്ധത്തിൽ. എന്നിട്ട് ഇംഗ്ലീഷ് രാജാവിനെയും ഫ്രഞ്ച് രാജാവിനെയും ഒക്കെ ബന്ദികളാക്കി പിടിച്ചു. പക്ഷെ മാന്യമായ സമീപനം സ്വീകരിച്ചത് മുസ്ലിമീങ്ങൾ അർത്ഥതുപോലെ അർത്ഥില്ല. അവരെ മോചന ദ്രവ്യം വാങ്ങി വിട്ടയച്ചു. മാന്യമായ പെരുമാറ്റമാണ് അവരോട് നടത്തിയത്. കാരണം അവർ ഇങ്ങോട്ട് ചെയ്യുന്നത് പോലെയല്ല അങ്ങോട്ട് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിന്നോട് അതിക്രമം പ്രവർത്തിച്ചവനോട് നീ നല്ല നിലയിൽ പെരുമാറുക, നിനക്ക് വിലക്കിയവനോട് നീ നൽകുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം. മുസ്ലിങ്ങൾ ആ രീതിയാണ് അനുവർത്തിച്ചത്. അവര് രോമത്തിന് പോർക്കാതെ പോയി. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ കൊല്ലപ്പെട്ടു, അത് വേറെ കാര്യം. പിന്നീട് ജയിച്ചപ്പോൾ അവരെ പിടിച്ചിട്ട് ഉപദ്രവിക്കുകയുണ്ടായില്ല. ഇനി അത് കഴിഞ്ഞു, അത് കുരിശ് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നീട് ഇന്ന് ഈ തുർക്കി ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നു 23-ൽ. ഈ ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഭാഗമായിരുന്നു ഈ പറഞ്ഞ ഫലസ്തീനും മധ്യപൗരസ്ത്യ പ്രദേശങ്ങളൊക്കെ തന്നെ. അത് തകർത്തു പാശ്ചാത്യർ. കാരണം അത് തകർക്കാതിരുന്നാൽ മുസ്ലിങ്ങളുടെ മേക്കിട്ട് കയറാൻ സാധിക്കുമായിരുന്നില്ല. തകർത്തു. അവർ ഈ തുർക്കി ഇസ്ലാമിയ ഖിലാഫത്തിന്റെ ഭാഗമായ രാജ്യങ്ങൾ പിടിച്ചെടുത്തു. അങ്ങനെ ഫലസ്തീനും ഈജിപ്തും ഇംഗ്ലണ്ടിന്റെ ആധിപത്യത്തിൽ വന്നു. കേവലം 10-30 വർഷം ഉണ്ടായിട്ടുള്ളൂ. രൂക്ഷമായ സ്വാതന്ത്ര്യ സമരത്തിലൂടെ വീണ്ടെടുത്തു. പക്ഷേ ഇവരുടെ ആധിപത്യത്തിൽ വന്നു. സിറിയ ഫ്രാൻസിന്റെ കീഴിലായിരുന്നു. ലിബിയ ഇറ്റലി ഭാഗിച്ചെടുത്തു. അൾജീരിയ ഫ്രാൻസ് ഭാഗിച്ചെടുത്തു. ഈ ആധിപത്യത്തിൽ വന്ന സമയത്ത് ജൂതന്മാരെ അവർ ഫലസ്തീനിൽ ഇറക്കുമതി ചെയ്തു. അത്യന്താധുനിക ആയുധങ്ങളുമായിട്ടാണ് ഇറക്കുമതി ചെയ്തത്. ബ്രിട്ടന്റെ പോലീസും പട്ടാളവും അവർക്ക് സംരക്ഷണത്തിനുണ്ടായിരുന്നു. മുസ്ലിങ്ങൾ അവർ കൊല ചെയ്തു. അവരെ കുറെ കൊന്നു, കുറെ ആട്ടിയോടിച്ചു. അങ്ങനെ 913 ഫലസ്തീനിലെ ജനസംഖ്യാനുപാതം 88%, 88 ഔട്ട് ഓഫ് 100 മുസ്ലിങ്ങളായിരുന്നു. 8 ഔട്ട് ഓഫ് 100 8% ക്രിസ്ത്യാനികളായിരുന്നു. 4 ഔട്ട് ഓഫ് 100 4% മാത്രമാണ് ജൂതന്മാർ ഉണ്ടായിരുന്നത്. 913 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, അഥവാ 100 കൊല്ലം മുമ്പ്. എന്നാൽ 48-ൽ ഇസ്രായേൽ രൂപീകരിച്ചപ്പോഴേക്ക് ഈ പാശ്ചാത്യരുടെ കീഴിൽ വന്നവര് ഏതാണ്ട് 1/3 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 48-ൽ ഇസ്രായേൽ രൂപീകരിച്ചു. പിന്നീട് അവിടെയുള്ള ഫലസ്തീനികളെ വീണ്ടും കുടിയിറക്കാൻ തുടങ്ങി. അങ്ങനെയാണ് 55 ലക്ഷം ഫലസ്തീനികൾ അഭയാർത്ഥികളായി തെണ്ടേണ്ടി വന്നത്. അറബികൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് 3 യുദ്ധങ്ങൾ നടത്തി. 3 യുദ്ധങ്ങൾ. ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ രാജ്യമാകേണ്ടിയിരുന്ന ഈജിപ്ത് ഇന്നത്തെ അവസ്ഥയിൽ ആയിത്തീർന്നത് കടക്കെണിയിൽ അകപ്പെട്ടുകൊണ്ട് ആ യുദ്ധം ചെയ്തിട്ടാണ്. 3 യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു യുദ്ധത്തിൽ ഈ ഗാസ ഈജിപ്തിന്റെ ഭാഗമായിരുന്നു. ഈ ജെറൂസലം ജോർദാന്റെ ഭാഗമായിരുന്നു. ജോലാൻ കുന്നുകൾ സിറിയക്ക് നഷ്ടപ്പെട്ടു. ഭൂപ്രദേശങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. 25,000 പട്ടാളക്കാരാണ് ഈജിപ്തിന് കേവലം 7 ദിവസത്തെ യുദ്ധം കൊണ്ട് 967 നഷ്ടപ്പെട്ടത്. അങ്ങനെ യാതൊരു ഗത്യന്തരവുമില്ലാതെ, കാരണം ഇവരുമായി പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് ഇസ്രയേലുമായിട്ടല്ല യുദ്ധം, മൊത്തം പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടാണ്. അപ്പൊ മുസ്ലിങ്ങൾക്ക് ഇനി ഒറ്റക്കൊറ്റക്ക് ഇവരുമായി അടരാടിയിട്ട് ആ രാജ്യം തെരിപ്പണമാകുക എന്നല്ലാതെ ഒരിക്കലും വിജയിക്കാൻ സാധിക്കുകയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവർ രംഗത്ത് വരാതിരിക്കുക. ഒരു രാജ്യം വന്ന ആ രാജ്യത്തിന്റെ കഥ കഴിക്കും. നമ്മൾ കാണുന്നുണ്ടല്ലോ. രംഗത്ത് വരാതിരുന്നിട്ട് തന്നെ ഇറാൻ എത്രയോ ദൂരെയാണ് ആക്രമിച്ചു. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഈ അഭയാർത്ഥികളായ ഫലസ്തീനികളെ സംരക്ഷിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളാണ്.
ഈ ഗാസയിൽ നിന്ന് എല്ലാവരും പോകുക, അവിടെ ഞാൻ ലോകത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ പോവുകയാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അറബ് ലീഗ് യോഗം ചേർന്നു. എന്നിട്ട് അത് തള്ളിക്കളഞ്ഞു. പറഞ്ഞു, ഫലസ്തീനിലുള്ളവർ ഫലസ്തീനിൽ തന്നെ ജീവിക്കണം, അത് ഞങ്ങൾ പുനർനിർമ്മിക്കും. $2000 കോടി ഒരു പ്രൊജക്ട് സമർപ്പിച്ചു. ഈജിപ്തും ഖത്തറും കൂടിയാണ് സമർപ്പിച്ച. $2000 കോടി ഉറുപ്പികയിലേക്ക് കൺവെർട്ട് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മൊബൈലിൽ ആ അക്കങ്ങൾ ഉൾക്കൊള്ളുകയില്ല. അത്രയും വലിയ സംഖ്യ. എന്ത് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്? ഞാൻ ഈ വോയിസ് ഗ്രൂപ്പിൽ ഇട്ട ശേഷവും അതിനെ ചോദ്യം ചെയ്യുന്ന, പാശ്ചാത്യരെ സപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റുകളാണ് വന്നത്. ഇതിനു മുൻപ് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഒരിക്കൽ എക്സിറ്റ് അടിച്ചു പോയതാ. ഇതേമാതിരി വിഷയത്തിൽ ഫലസ്തീൻ പ്രശ്നത്തിൽ തന്നെയാണത്. അങ്ങനെ എക്സിറ്റ് അടിക്കാൻ വേണ്ടി തീരുമാനിച്ച, പക്ഷെ ഇങ്ങനെ സംഗമം നേരത്തെ തീരുമാനിക്കപ്പെട്ടിരുന്നു. അപ്പൊ അവിടെ 4 വർത്തമാനം പറഞ്ഞിട്ട് വേണമെങ്കിൽ എക്സിറ്റ് അടിക്കാൻ നിർത്തി കാത്തു നിന്നാ. മിനിയാന്ന് ഒരു അരമണിക്കൂർ സമയം ഈ കാര്യങ്ങളൊക്കെ ഞാനാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ ഭൂരിപക്ഷവും അഗ്രി ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെയും ഒരു 2-3 പേര് ഈ പഴയ വർത്താനായിട്ട് ഇങ്ങനെ, പക്ഷെ പറഞ്ഞ് അവിടെ സംസാരിക്കാൻ അനുവദിച്ചില്ല ഇവര്, അധ്യക്ഷവേദിയിലുള്ളവർ. അപ്പൊ പറഞ്ഞു വരുന്നത്, നമ്മുടെ മുസ്ലിങ്ങളിൽ പെട്ടവർ തന്നെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, ചരിത്രം പഠിക്കാതെ ഈ പ്രോപ്പഗണ്ടകൾ ഈ പാശ്ചാത്യർ ഉണ്ടാക്കുകയും അവർ നിലനിർത്തുകയും അവർ ആയുധമണിക്കുകയും ചെയ്ത് ഈ ക്രൂരത നടക്കുമ്പോൾ അവരനുകൂലിച്ചുകൊണ്ട് അവിടെ പ്രകടനം നടത്തുന്നു എന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രകടനം നടത്തുന്നവർ അവിടുത്തെ ഡിസിഷൻ പവർ ഉള്ളവരല്ല. അവിടുത്തെ ഭരണകക്ഷിയല്ല, പ്രതിപക്ഷമല്ല. കാരണം ഭരണകക്ഷിയും പ്രതിപക്ഷവും മാറി മാറി വരുന്നുണ്ട്. അമേരിക്കയിൽ ഇപ്പൊ ട്രംപ് ആണെങ്കിൽ അതിൻ്റെ മുമ്പ് വേറെ പാർട്ടിയാണ്. പക്ഷേ ആര് മാറി വന്നാലും, ഇംഗ്ലണ്ടിലായാലും ഫ്രാൻസിലായാലും ഫലസ്തീൻ പ്രശ്നത്തിന് സമീപനം വന്ന എന്താ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ, അതിന്റെ അസിൽ ഇതാണ്. അസിൽ ഇവിടെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ ബനി ഇസ്മായിലിൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ച വിശ്വസിച്ചവരാണ്. അവരാവട്ടെ ബനി ഇസ്രായേലിൽപ്പെട്ടവരാണ്, അഥവാ ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളെ ഇകഴ്ത്തിയാണ് അവർ കാണുന്നത്. അറബികളെ യഥാർത്ഥ വിവാഹത്തിൽ പറഞ്ഞിട്ടില്ലാത്ത മക്കളായിട്ടാണ് കാണുന്നത്. കാരണം ഇബ്രാഹിം നബിയുടെ ഭാര്യ ഹാജറ ബീബി, രണ്ടാമത് സാറാ ബീവിക്ക് കുട്ടികൾ ജനിക്കാത്തതുകൊണ്ട് കഴിച്ചതാ കല്യാണം. അങ്ങനെ ഇകഴ്ത്തിക്കൊണ്ടാണ് അവർ കാണുകയും അവർ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഇതപര്യന്തം നബിയുടെ കാലം തൊട്ട് അങ്ങനെയാണ്. എന്നാൽ അവരെയാണ് ഇവിടെ പുകഴ്ത്തുന്നത്. ഇവിടെ ഇരകളായ അറബികളെയാണ് ഇകഴ്ത്തുന്നത്. ഈ ഫലസ്തീനികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും യുദ്ധം ചെയ്യുകയും അവരെ തീറ്റിപ്പോറ്റുകയും ഇനിയും തീറ്റിപ്പോറ്റാൻ സന്നദ്ധത കാണിക്കുകയും ചെയ്ത ഇവരെ ഇകഴ്ത്തി സംസാരിക്കുകയാണ്. നിങ്ങളുടെ സാന്നിധ്യത്തിൽ ആരെങ്കിലും അത്തരം പരാമർശം നടത്തുമ്പോൾ, നിങ്ങളുടെ ഗ്രൂപ്പിൽ അങ്ങനെയുള്ള സന്ദേശങ്ങൾ വരുമ്പോൾ നിങ്ങൾ മൗനികളായിരുന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഊമപ്പിശാച് എന്നാണ് അത്തരക്കാരെ കുറിച്ച്. ഊമപ്പിശാച്. തിരുത്താൻ സാധിക്കണം. കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വിട പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോരണം. ഖൽബിൽ ഈമാനുള്ളവർ ചെയ്യേണ്ട പണി അതാണ്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം ഈ പ്രബോധനം ചെയ്തുവെങ്കിലും ഈ ജൂത സമൂഹം വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ക്രൂശിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോയി. അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അവിടെ വെച്ച് ചോദിച്ചു, മൻ അൻസാരി ഇലല്ലാഹ്, ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, അള്ളാഹുവിന്റെ സന്മാർഗം പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി എന്നെ സഹായിക്കാനുള്ളത്? ഇവിടെ പരിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ അല്ലാഹു തആല വ്യത്യസ്തമായ പദവികൾ നൽകിയിട്ടുണ്ട്, അവരുടെ ഈമാനിനും അവരുടെ അമലിനും അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അതില് ഇബാദ്, അള്ളാഹുവിന്റെ എളിയ ദാസന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദാസന്മാർ അല്ലാഹു തആലയിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. ശരാശരി മുസ്ലിങ്ങളൊക്കെ ആ ഇബാദുല്ലാഹ് എന്ന ഗണത്തിലാണ് വരിക. എന്നാൽ
അവർ ജീവിക്കുന്ന ആ നേർമാർഗം, ആ സിറാത്തുൽ മുസ്തഖീം, ആ ദീനുൽ ഇസ്ലാം, അത് മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്യുകയും ആ ദീനിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ശരീഅത്ത് സംസ്ഥാപിക്കാൻ വേണ്ടി, അഥവാ ഒരു ഇസ്ലാമിക വ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വിശേഷണം അൻസാറുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായികൾ എന്നാകുന്നു. ഒന്ന് ഇബാദുല്ലാഹ്, അള്ളാഹുവിന്റെ ദാസന്മാർ. മറ്റൊന്ന് അൻസാറുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായികൾ. അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിനെ വിജയിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താൻ വേണ്ടി ഇവിടെ തീവ്ര പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവർ, ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്നു, ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താൻ വേണ്ടിയുള്ള, അള്ളാഹുവിന്റെ ദീനിനെ സംസ്ഥാപിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അവർക്ക് അല്ലാഹു തആല നൽകിയ പേര് അൻസാറുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായികൾ എന്നാണ്. അതാണ് ഒരു മനുഷ്യന് ഇവിടെ നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയ യോഗ്യത. അപ്പോൾ ആരാണ് പ്രത്യുത്തരം ചെയ്തത്? ഖാലൽ ഹവാരിയൂന, ഒരു പറ്റം ഹവാരികൾ പറഞ്ഞു, വളരെ കുറച്ച് ന്യൂനപക്ഷമാണ്. നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകുന്നു, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിലകൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ്. ഹവാരികൾ എന്നാൽ അതിന് തഫ്സീറിൽ ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയതായി കാണാം. എല്ലാം ഇവിടെ ഉദ്ധരിക്കുക സാധ്യമല്ല. ശിഷ്യന്മാർ എന്ന് പറയുന്നവരുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി രംഗത്ത് വന്ന സമരഭടന്മാർ എന്ന് പറഞ്ഞവരുണ്ട്. ഏതായാലും ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അതിനനുകൂലമായി പ്രതികരിച്ച ഈ ചെറിയ വിഭാഗം, അവർക്ക് അല്ലാഹു തആല പ്രയോഗിച്ചത് ഹവാരിയീൻ എന്നാകുന്നു. ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുൻപോട്ട് വന്നു. ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വഷ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ, അതുകൊണ്ട് താങ്കൾ സാക്ഷ്യം വഹിക്കുക, ഞങ്ങൾ മുസ്ലിങ്ങളാകുന്നു. ആരാണ് ഇവിടെ? ഈസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആകെ 12 പേരാണെന്നാ പറഞ്ഞത്. ഈസാ നബിയുടെ ജീവിതകാലത്ത് ഈസാ നബിയിൽ വിശ്വസിച്ച് 12 പേര്. അവര് പറയുന്നത് വഷ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുക. അവർ ക്രിസ്ത്യാനികളായിരുന്നില്ല. ക്രിസ്തു മതം എന്ന് പറഞ്ഞിട്ടൊരു മതം ഇവിടെ അല്ലാഹു തആല അയച്ചിട്ടില്ല. അത് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജൂതമതം എന്ന് പറഞ്ഞിട്ടൊരു മതം അല്ലാഹു തആല അയച്ചിട്ടില്ല, കാണിച്ചു തന്നിട്ടില്ല. അതിന്റെ മുൻപാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മഹാനായ പ്രവാചകനാണെന്ന് ഈ ക്രിസ്ത്യാനികളും ജൂതന്മാരും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഈ മതത്തിന്റെ അടിസ്ഥാനം, ക്രിസ്തു മതത്തിന്റെ അടിസ്ഥാനമായി ഇവർ പറയുന്ന ഇഞ്ചീലും, ജൂതമതത്തിന്റെ അടിസ്ഥാനമായി ഇവർ മനസ്സിലാക്കുന്ന തൗറാത്തും, ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ലോകത്തോട് വിട പറഞ്ഞ് 1000 കൊല്ലം കഴിഞ്ഞിട്ടാണ് മൂസാ നബി വരുന്നത്. 2000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈസാ നബി വരുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രബോധനം ചെയ്തത് ക്രിസ്തു മതം എന്ന് പറയാൻ പറ്റും? കാരണം ഈസാ നബി വരുന്നതന്നെ ഇബ്രാഹിം നബിയുടെ 2000 കൊല്ലത്തിന് ശേഷം. ഇബ്രാഹിം നബി പ്രബോധനം ചെയ്തത്, അദ്ദേഹം ജീവിച്ചത് ജൂതമതം അനുസരിച്ചാന്ന് പറയാൻ പറ്റുമോ? കാരണം മൂസാ നബി വരുന്നത് ഇബ്രാഹിം നബിയുടെ വീണ്ടും 1000 കൊല്ലത്തിന് ശേഷം, 3000 കൊല്ലം മുമ്പാണ് മൂസാ നബി ജീവിക്കുന്നത്. അപ്പോ അവരൊന്നും തന്നെ ജൂതമതമോ ക്രിസ്തു മതമോ അല്ല കൊണ്ടുവന്നത്, അതല്ല പ്രബോധനം ചെയ്തത്. മറിച്ച് ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എല്ലാവരും പ്രബോധനം ചെയ്തത് ഒരേ മതമാണ്. ആ മതം എന്താണ്? അതാണ് ഈസാ നബി സ്വലാം ഇവിടെ പറഞ്ഞു, ഇന്നല്ലാഹ റബ്ബീ വറബ്ബുക്കും, എന്റെയും നിങ്ങളുടെയൊക്കെ റബ്ബ് അള്ളാഹുവാണ്. ഫഅ്ബുദൂ, ആ അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുക. ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് ചൊവ്വായ മാർഗം. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഖറിയത്തിൻ നദീറൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, എല്ലാ നാടുകളിലേക്കും നാം ദൂതന്മാരെ, പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും സന്ദേശം അൻ യഅ്ബുദുല്ലാഹ, അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുക. വജ്തനിബുത് താഗൂത്ത്, അല്ലാഹു അല്ലാതെ ആരൊക്കെ ഇവിടെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അവരെയൊക്കെ കൈയൊഴിക്കുക. ഇതേ സന്ദേശം തന്നെയാണ് ഈസാ നബി
നൽകിയത്. അതേ സന്ദേശമാണ് മൂസാ നബി നൽകിയത്. അങ്ങനെ അള്ളാഹു തആലക്ക് കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ് മുസ്ലിം. അല്ലാതെ ഇത് മുഹമ്മദ് നബിയുടെ സമുദായത്തിന്റെ പേരല്ല. അള്ളാഹു തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് പറയുന്ന പേരാണ് മുസ്ലിം. അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചവൻ എന്നാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്നവൻ എന്നാണ്. ഈ പ്രവാചകന്മാരൊക്കെ അവരായിരുന്നു. ഈസാ നബിയിൽ വിശ്വസിച്ച യഥാർത്ഥ അനുയായികളായ 12 പേരും വഷ്ഹദ് ബി അന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഈ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നാം ഈ ക്രിസ്ത്യാനികളെയും ഇതര മതസ്ഥരെയും ഒക്കെ അഭിമുഖീകരിക്കേണ്ടത്. നമ്മളിങ്ങനെ ചമ്മിക്കൊണ്ട് നടക്കേണ്ടവരല്ല. അപകർഷതാ ബോധത്തിന് അടിപ്പെട്ടുകൊണ്ട് ആരെയും അഭിമുഖീകരിക്കേണ്ടവരുമല്ല. നല്ല ഇസ്സത്തോടു കൂടി ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഈ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ സരണിയിലാണുള്ളത്. എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത പഠിപ്പിച്ച മാർഗത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആ മാർഗത്തിലേക്ക്, വിജയപാതയിലേക്ക് നിങ്ങളെയും ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന നെഞ്ചുറപ്പോടുകൂടി വേണം നാം എല്ലാവരെയും അഭിമുഖീകരിക്കാൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുകയും ചെയ്തവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ അഹ്സനു ഖൗലൻ, ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരാണ്? ആരുമില്ല. അപ്പൊ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, മുസ്ലിമാണ് എന്ന നല്ല അഭിമാന ബോധത്തോടു കൂടി വേണം നാം ജീവിക്കാൻ. അങ്ങനെ വേണം നാം ഇതര മതസ്ഥരെ അഭിമുഖീകരിക്കാൻ. അവരുടെ മുമ്പിലൊന്നും ചൂളേണ്ടവരല്ല നാം നേരായ മാർഗത്തിലുള്ളവരാകുന്നു. അങ്ങനെ അവരുടെ ദുആയാണ് തുടർന്ന് പറയുന്നത്, റബ്ബനാ ആമന്നാ ബിമാ അൻസൽത, നാഥ ഞങ്ങൾ നീ അവതരിപ്പിച്ചതിൽ വിശ്വസിച്ചിരിക്കുന്നു. വത്തബഅന റസൂൽ, നീ നിയോഗിച്ച ഈ പ്രവാചകൻ ഈസാ നബിയിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അദ്ദേഹത്തെ ഞങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നു, ഇത്തിബാ ചെയ്തിരിക്കുന്നു. ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, അതുകൊണ്ട് സത്യം സ്വീകരിച്ചവരായ സത്യസാക്ഷികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ രേഖപ്പെടുത്തുമാറാകണമേ. ഇത് നാമും ദുആ ചെയ്യേണ്ട ദുആയാണ്. റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅനാ റസൂല വക്തുബ്നാ മഅശ്ശാഹിദീൻ. നമ്മുടെ പതിവ് ദുആകളിൽ ഉൾപ്പെടുത്തപ്പെടേണ്ട ഒരു ദുആയാകുന്നു ഇത്. ഇത് ഈസാ നബിയുടെ അനുയായികൾ നടത്തിയ ദുആ ആകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2 തഫ്സീറുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ ആ തഫ്സീറുകളിൽ നിന്നുള്ള ചോദ്യം മാത്രമല്ല നമ്മുടെ ഖുർആൻ ക്വിസിൽ വരിക. അത് പുരുഷന്മാരുടെ ക്വിസ് പ്രോഗ്രാം ആയാലും സ്ത്രീകളുടെ ക്വിസ് പ്രോഗ്രാം ആയാലും നമ്മുടെ ഈ ക്ലാസ്സിൽ പറയപ്പെടുന്നതിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം, ഒരു 4-5 ചോദ്യങ്ങൾ ഉണ്ടാകും. ആ 4-5 ചോദ്യത്തിൽ 2 ചോദ്യം പറയാതിരുന്നാൽ തന്നെ ആ ഗ്രൂപ്പിൽ, ആ 12 ഗ്രൂപ്പുകളുള്ള സ്ത്രീകളുടെ മത്സരത്തിലും 6 ഗ്രൂപ്പുകളുള്ള പുരുഷന്മാരുടെ മത്സരത്തിലും ലീഡ് നേടാൻ സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് കേൾക്കണം. അഥവാ സംഗതിവശാൽ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർ ആ റെക്കോർഡ് കേൾക്കണം. മുമ്പേ പറഞ്ഞതാണെന്നൂടെ ആവർത്തിക്കുക. വമക്കറു വമക്കറല്ലാഹ്, പക്ഷേ യാഥാർത്ഥ്യം ഇങ്ങനെയാണെങ്കിലും അവർ കുതന്ത്രം പ്രയോഗിച്ചു ഈസാ നബിക്കെതിരെ, ഈസാ നബിയുടെ അനുയായികൾക്കെതിരെ. അപ്പോൾ വമക്കറല്ലാഹ്, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, തന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹു ആകുന്നു. അള്ളാഹു തആല ഒരു തന്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ മറുതന്ത്രം മെനയാൻ ആർക്കും സാധ്യമല്ല. ആ തന്ത്രത്തെ മറികടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ചെറിയ ഉദാഹരണമാണല്ലോ, മൂസാ നബിയുടെ ജനനം തടയാൻ ആ സമുദായത്തിൽ ജനിക്കുന്ന കുട്ടികളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി ഫിറഔൻ തീരുമാനിച്ച ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു. അവരെ ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ ഉദ്യോഗസ്ഥന്മാർ പരതിക്കൊണ്ടിരിക്കെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല ജനിപ്പിക്കുകയും ഈ ഫിറഔന്റെ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബിയെ അവൻ്റെ ഉപ്പും ചോറും തീറ്റിച്ചുകൊണ്ട് വളർത്തുകയും ചെയ്തു. വമക്കറു,
ഫിറഔൻ കുതന്ത്രം പ്രയോഗിച്ചു. വമക്കറല്ലാഹ്, അള്ളാഹു താലായും കുതന്ത്രം പ്രയോഗിച്ചു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അള്ളാഹു താല കുതന്ത്രം പ്രയോഗിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണ്. നമ്മൾ ജീവിക്കുന്ന രാജ്യത്ത് നമ്മുടെ പൗരത്വം ഇല്ലാതാക്കാൻ, നമ്മുടെ വോട്ടവകാശം ഇല്ലാതാക്കാൻ, നാം നമ്മുടെ കുട്ടികൾ പഠിക്കുകയും അങ്ങനെ നല്ല ജോലി നേടുകയും ഒക്കെ ചെയ്യുന്നതില്ലാത്താക്കാൻ, നമ്മുടെ മുസ്ലിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങൾ തകർക്കാൻ, അവരുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് നിരത്താൻ എല്ലാം ഇവിടുത്തെ ഭരണകക്ഷിയും ഭരണകൂടവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒമക്കറു, അവർ കുതന്ത്രം പ്രയോഗിക്കുന്നു. പക്ഷേ ഒമക്കർ അള്ളാഹു താലാന്റെ തന്ത്രമുണ്ട്. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, ഇവരെക്കാളും വലിയ തന്ത്രകാരിയാകുന്നു അള്ളാഹു താല. പക്ഷെ അള്ളാഹുവിൻ്റെ തന്ത്രം വരുന്ന ഒരു നേരവും കാലവും സമയമൊക്കെ ഉണ്ട്. പക്ഷേ അള്ളാഹു താല നേർക്ക് നേരെ ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ അങ്ങോട്ട് ഇറക്കിയിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യാൻ, മറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൂടെ തന്നെയാണ്. ഈ ദീനുൽ ഇസ്ലാം അനുസരിച്ച് നാം ഇവിടെ ജീവിക്കും, അതിനുവേണ്ടി നിലകൊള്ളും, അത് നാം പ്രബോധനം ചെയ്യും. ആ മാർഗത്തിൽ ജീവിക്കാൻ ആര് തടസ്സമുണ്ടാക്കിയാലും നാം കൂസുകയില്ല, അത് നാം അംഗീകരിക്കുകയില്ല എന്ന ബോധത്തോടെയും ബോധ്യത്തോടെയും നാം ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുക. ഇൻഷാ അള്ളാഹ് അതിനുവേണ്ടി നാം പ്രതിജ്ഞയെടുക്കുക. മുസ്ലിം നേതൃത്വം ആ മാർഗത്തിൽ നൽകുന്ന തീരുമാനങ്ങൾ, ആ മാർഗത്തിൽ നമ്മോടുള്ള കൽപ്പനകൾ അത് ഫോളോ ചെയ്യാൻ നാം ജാഗരൂകയായി ഇരിക്കുക. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുതന്ത്രകാരികളെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. അല്ലാഹു തആലാന്റെ വാഗ്ദാനമാകുന്നു. ഇത് ഖാല അല്ലാഹു യാ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, ഇന്നി മുതവഫീക. ഇത് ഖാല അല്ലാഹു തആല പറഞ്ഞ സന്ദർഭം ഈസാ നബിയോട്, യാ ഈസാ, അല്ലയോ ഈസാ, ഇന്നി മുതവഫീക വറാഫിഉക ഇലയ്യ വമുതഹിറുക മിനല്ലദീന കഫറൂ. നാം താങ്കളെ തിരിച്ചു വിളിക്കുകയും താങ്കളെ ഉയർത്തുകയും താങ്കളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സത്യനിഷേധികളിൽ നിന്ന് താങ്കളെ രക്ഷിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു തആല ഈസാ നബിയോട് വാഗ്ദാനം ചെയ്ത സന്ദർഭം, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. സുമ്മ ഇലയ്യ മർജിഉക്കും, പിന്നീട് നമ്മുടെ സന്നിധിയിലേക്കാകുന്നു നിങ്ങളുടെ മടക്കം. ഈ ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബിയുടെ വിശ്വസ ശിഷ്യന്മാർ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കുരിശിൽ തറക്കാൻ പരിശ്രമിച്ചവർ, അദ്ദേഹത്തെ നിഷേധിച്ചവർ, സുമ്മ ഇലയ്യ മർജിഉക്കും, നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം നമ്മുടെ സന്നിധിയിലേക്കാകുന്നു. ഫഅഹ്കുമു ബൈനകും ഫീമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ. അവിടെ മഹ്ശറ വൻസഭയിൽ വെച്ച് ഈ ഭിന്നിച്ച കാര്യങ്ങളിലെല്ലാം തന്നെ അല്ലാഹു തആല വിധി പ്രസ്താവിക്കുന്നതാകുന്നു. ഫഅമ്മല്ലദീന കഫറൂ, എങ്ങനെയാണ് അല്ലാഹു തആല വിധി പ്രസ്താവിക്കുക? ഇവിടെ പറയുകയാണ്, സത്യനിഷേധികൾ, ഫഉഅദ്ദിബുഹും അദാബൻ ശദീദൻ, കഠിനമായ ശിക്ഷ നാം അവരെ ആസ്വദിപ്പിക്കുന്നതാകുന്നു. ഫിദ്ദുനിയ വൽ ആഖിറ, പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും. വമാ ലഹും മിൻ നാസിരീൻ, അവർക്കൊരു സഹായികളും ഉണ്ടാവുകയില്ല. ഇത് മുഖ്യമായി ഈ ആയത്തിൽ ഇവിടെ പരാമർശിക്കുന്നത് ജൂതന്മാരെ കുറിച്ചാണ്. കാരണം ജൂതന്മാരാണ് ഈസാ നബി അലൈഹിസ്സലാമിനെതിരെ രംഗത്ത് വരികയും അദ്ദേഹത്തെ ക്രൂശിൽ തറക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തെ ജാരസന്താനമെന്ന് ആരോപിക്കുകയൊക്കെ ചെയ്തത്. ഈ ജൂതന്മാർക്കെതിരെയുള്ള അള്ളാഹുവിൻ്റെ ഈ ലാനത്ത് അവരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹു തആല അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയരായവർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ ദുആ ചെയ്യുന്നു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നിന്റെ അനുഗ്രഹത്തിന്റെ പാത്രമായവരുടെ മാർഗത്തിലേക്ക്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് പാത്രമാകാത്തവർ. ആരാണ് ഈ കോപത്തിന് പാത്രമാവർ? ജൂതന്മാരാകുന്നു. വലദ്ദാലീൻ, വഴി പിഴച്ചവരുടെ മാർഗത്തിലേക്കുമല്ല. ഈ വഴി പിഴച്ചവരാരാണ്? ക്രിസ്ത്യാനികൾ. അപ്പൊ ഈ ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലേക്ക് ഞങ്ങൾ നീ നയിക്കരുത്. ഇവിടെ നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച്
നിന്റെ നിഅമത്തിന് പാത്രമായവരുടെ ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ എന്നാണ് നമ്മൾ 17 പ്രാവശ്യം നിർബന്ധമായും ഒരു ദിവസം ദുആ ചെയ്യുന്നത്. ആ ശാപകോപങ്ങൾക്ക് പാത്രമായവർ ആരാണ്? ഇവിടെ ജൂതന്മാരാണ്. ആ ജൂതന്മാർക്ക് ഒരു സഹായികളും ഉണ്ടാവുകയില്ല എന്നിവിടെ അല്ലാഹു തആല പറഞ്ഞു. ഒരു സഹായി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പാരത്രിക ലോകത്തെ അവസ്ഥയാണ് പറഞ്ഞത്. എന്നാൽ ഈ ഇഹലോകത്തും ഈഹലോകത്തും അവരെ കഠിനമായി ശിക്ഷിക്കും എന്നിവിടെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൽ ഇങ്ങോട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിക്കൊണ്ട് ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ അവർ നേരായ മാർഗത്തിലേക്ക് നിയോഗിക്കാൻ അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാരെ പലരെയും അവർ കളവാക്കി, പലരെയും കൊന്നു. ഈ പറഞ്ഞ യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെയൊക്കെ അവർ കൊല്ലുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അല്ലാഹു തആല അവരെ ശപിച്ചത്, അവരോട് കോപിച്ചത്. ആ ശാപകോപങ്ങളുടെ ഫലമായിക്കൊണ്ട് ഖിയാമത്ത് നാൾ വരെ അവരെ പീഡിപ്പിക്കുന്ന ഒരു വിഭാഗം ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത് ഇതപര്യന്തം ചരിത്രത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. ആദ്യം 2000 വർഷങ്ങൾക്ക് മുൻപ് നെബുക്കദ്നസർ എന്ന് പറയുന്ന ബാബിലോണിയൻ ചക്രവർത്തി ഉണ്ടായിരുന്നു. ഈ ജൂതന്മാരുടെ അധിവേശ പ്രദേശങ്ങൾ മുഴുവൻ അധിനിവേശം നടത്തി തകർത്ത് തരിപ്പണമാക്കി കുറെ പേരെ കൊന്നു, ബാക്കിയുള്ളവരെ അടിമകളാക്കി ബാബിലോണിയയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് വളരെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അവർ അവിടുന്ന് മോചിപ്പിക്കപ്പെട്ട് ഫലസ്തീനിലേക്ക് തിരിച്ചു വന്നത്. പിന്നീട് ചരിത്രത്തിന്റെ നീളത്തിൽ വിവിധ രൂപത്തിലുള്ള പീഡനങ്ങൾക്ക് അവർ വശംവദരായിട്ടുണ്ട്. ഏറ്റവും അവസാനം 20-ാം നൂറ്റാണ്ടിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ അഡോൾഫ് ഹിറ്റ്ലർ, ഇവരെ പറയുന്ന കണക്ക് ഇതാക്കണ്ട, എത്രയോ ലക്ഷക്കണക്കിന് ജൂതന്മാരെ അവിടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഗ്യാസ് ചേമ്പറിൽ കൊണ്ടുപോയി കൊന്നു. അവർ പറഞ്ഞ കണക്ക് കുറച്ച് പൂജയൊക്കെ കൂട്ടിയതാണ്. ഇനി അതല്ലെങ്കിൽ പോലും അനേകായിരം ജൂതന്മാരെ പീഡിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ലോകത്തൊരു രാജ്യങ്ങളിലും ഇവർക്ക് മാന്യമായ സ്വീകരണം ലഭിച്ചിട്ടില്ല. എല്ലാ രാജ്യത്തും അവരെ ഒരു രണ്ടാം കണ്ണുകൊണ്ടാണ് കണ്ടത്. ഈവൻ ഈ ക്രൈസ്തവ രാജ്യങ്ങളും. പിന്നെ അവര് യോജിപ്പേടെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും എതിരെയുള്ള വിഷയം, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരെ വരുമ്പോഴാണ് അവരെ യോജിപ്പ്. മറിച്ച് അവർ പരസ്പരം എങ്ങനെ യോജിക്കാനാണ്? ഈസാ നബി ജാരപുത്രനാണെന്ന് അവരുടെ വിശ്വാസം. ഈസാ നബിയെ കുരിശിൽ തറച്ചവരാണെന്നാണ് അവരുടെ വീരവാദം. പക്ഷേ എന്താണ് വിഷയം? ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എതിരെ വരുമ്പോൾ ഒന്നാകും. അപ്പോൾ ചരിത്രത്തിലുടനീളം അവർ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അവർ ഇവിടെ ഫലസ്തീനിൽ വന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ അല്ലാഹുവിന്റെ ഈ ലാനത്തിന്റെ ഭാഗമായി കടുത്ത ശിക്ഷയും പീഡനങ്ങളും ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ്. ഹദീസിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ വെച്ച് ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് അവിടെയുള്ളവരെ ആട്ടിയോടിച്ചുകൊണ്ട് അവരെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നവരെ മുസ്ലിങ്ങൾ അറുക്കുമ്പോൾ അവിടെയുള്ള കല്ലും മരവും പോലും വിളിച്ചു പറയും, ഒരഭയവും അവർക്ക് കല്ലും മരവും പോലും വിളിച്ചു പറയും, അല്ലയോ മുസ്ലിം, ഇതാ ഇങ്ങോട്ട് വരൂ, ഇവിടെ ഇതാ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു, അവനെ കൊല്ലൂ എന്ന് വെച്ചാല് നിങ്ങള് നേർക്ക് നേരെ അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ? ഇന്ന് ഇസ്രായേൽ നിലനിൽക്കുന്നത്, ജൂതന്മാർ ഈ തോന്നിയാസം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പുറത്തു നിന്നുള്ള സഹായം കൊണ്ടാണ്, പാശ്ചാത്യ ശക്തികളുടെ. എന്നാൽ അന്ന് കല്ലും മരവും പോലും ഒളിച്ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അവരെ സഹായിക്കാൻ ഒരു പട്ടിയും ഉണ്ടായിരിക്കുകയില്ല എന്ന് ചുരുക്കം. അതെങ്ങനെ വരിക? അത് വരിക ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പുനരാഗമനുണ്ട്. ഈസാ നബി ഇസ്ലാം വീണ്ടും വരും. കാരണം അല്ലാഹു തആല ജീവനോടെ ഉയർത്തിയിരിക്കുകയാണ്. മനുഷ്യന്റെ വിഷയത്തിൽ അല്ലാഹു തആലയുടെ ഒരു തീരുമാനം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കുന്നതാണ്. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, ആ മണ്ണിൽ നിന്ന് മറ്റൊരിക്കൽ എന്നേക്കുമായി നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാകുന്നു. ഇത് വേറെയും ആയത്തുകളിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഈ രണ്ടാമത്തെ വാഗ്ദാനം അഥവാ വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ മടക്കുമെന്ന അള്ളാഹുവിന്റെ തീരുമാനം നടപ്പായി കഴിഞ്ഞിട്ടില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഉടലോടെ അല്ലാഹു തആല ആകാശ ലോകത്തേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ആകാശ ലോകത്ത്
ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഈസാ നബി അലൈഹി ഇസ്ലാം വീണ്ടും വരും. അത് സിറിയയിലെ ഒരു പള്ളിയുടെ പേര് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ പള്ളി ഇപ്പോഴുമുണ്ട്. ആ പള്ളിയിൽ മുസ്ലിങ്ങൾ സുബ്ഹി നമസ്കരിക്കാൻ വേണ്ടി സഫ് കെട്ടിയിരിക്കുമ്പോഴാണ് ഈസാ നബി അലൈഹി ഇസ്ലാം ആകാശലോകത്ത് നിന്ന് പറന്നിറങ്ങുക എന്നാണ്. ആ ഇറങ്ങുന്ന രീതി, ഈസാ നബിയുടെ ആകൃതി, ഈസാ നബിയുടെ വസ്ത്രം, ശുഭ്രവസ്ത്രം എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാം വന്ന ശേഷം മുസ്ലിങ്ങൾ ഈ ജൂതന്മാരുമായി ഘോരമായ ഒരു യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഈസാ നബി അലൈഹി ഇസ്ലാം വരുന്നത്. അവിടെ ഒരു ഘോരമായ യുദ്ധം വരും. അന്ന് ഈ ജൂതന്മാരുടെ നേതാവ് ആരായിരിക്കും? ഇപ്പോഴത്തെ നെതന്യാഹു അല്ല, ദജ്ജാൽ, മസീഹു ദജ്ജാൽ ഒരു മനുഷ്യനാണ്. ജൂത കുടുംബത്തിൽ ജനിച്ച 2 കൈയും കാലൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് മസീഹു ദജ്ജാൽ. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ അവന്റെ കഴിവുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇപ്പൊ നമ്മൾ പ്രവേശിക്കുന്നില്ല. ഇത്ര മനസ്സിലാക്കിയാൽ മതി. ലോകത്തെ ഏറ്റവും വലിയ ടോപ്പ് ശാസ്ത്ര സാങ്കേതിക വിദ്യ സ്വായത്തമാക്കിയവരാണ് ഇവർ. ഇതിന്റെ എല്ലാം പിൻബലത്തിൽ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒരാള് ഈ ഇസ്രായേൽ വരുന്ന ദജ്ജാലാണെന്ന് മനസ്സിലാക്കിക്കോളി. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് ഒരു ഉദാഹരണം. ലോകത്തെ ഏറ്റവും അധികാരമുള്ള ആളാരാന്ന് ചോദിച്ചാൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ഒന്നല്ല, ഡൊണാൾഡ് ട്രംപാണ്. അയാൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ലോകത്ത് ചെയ്യാൻ സാധിക്കും. ഒരു രാജ്യത്തെ തകർത്താൻ തരിപ്പണാക്കണം എന്ന് വെച്ചാൽ പറ്റും. ആരും തടുക്കാൻ വല്ലാതൊന്നും തയ്യാറാവില്ല. കാരണം തടുക്കാൻ തയ്യാറാകുന്നവരും കൂടെ പാളീസാവും. അപ്പോ മസീഹു ദജ്ജാൽ ജൂതന്മാരുടെ നേതാവായിരിക്കുന്ന ഘട്ടത്തിലാണ് ഈസാ നബി അലൈഹി സ്വലാം വരുന്നത്. ഈസാ നബി അലൈഹി സ്വലാം വന്നു കഴിഞ്ഞാൽ നോ മോർ ക്രിസ്ത്യാനിറ്റി. ഈ ഈസാ നബി ദൈവപുത്രനാണെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട്, അദ്ദേഹം കുരിശിൽ കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾക്കിടയില് സാക്ഷാൽ ഈസാ നബി അലൈഹി സ്വലാം വന്നു കഴിഞ്ഞാൽ ഒരു ഐസ് കട്ട തീയിൽ എന്താണ് സംഭവിക്കുക? നോ മോർ ഐസ്. ഒരു കൂരിരുളിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ നോ മോർ ഇരുട്ട്. പിന്നീട് ക്രിസ്ത്യാനിറ്റി ഇല്ല. പിന്നീട് ലോകം മുഴുവൻ ഇസ്ലാമായി തീരും. ക്രിസ്ത്യാനികൾ ലോകത്തില്ലാത്തൊരു ഘട്ടം വരും. ഇവിടെ ഈ ഇസ്രായേലിലുള്ള ജൂതന്മാർക്കെതിരെ മുസ്ലിങ്ങൾ യുദ്ധം നടത്തുമ്പോൾ ഒരു കല്ലും ഒരു മരവും പോലും അവർക്ക് അഭയം നൽകാൻ ഉണ്ടാവുകയില്ല. അവർ വിളിക്കും, വാ ഇവനെ കൊല്ല് എന്ന് പറഞ്ഞാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാനില്ലാത്ത, ഒരു സഹായികളുമില്ലാത്ത, ആരും ആയുധം നൽകാനില്ലാത്ത, ഒരു സാറ്റലൈറ്റും ഇവർക്ക് മുസ്ലിങ്ങൾക്കെതിരെ വിവരം നൽകാനില്ലാത്ത ഒരു ഘട്ടം വരും എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഇത് ഈ ലോകത്ത് തന്നെ സംഭവിക്കാനുള്ളതാണ്. ഇതൊക്കെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പ്രവചിച്ചതാണ്. ഇത് 101% സത്യമാണ് എന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ 4% ജൂതന്മാരുള്ളൂ, 88% മുസ്ലിങ്ങൾ, 8% ക്രിസ്ത്യാനികൾ. അപ്പോ ഒരാളിങ്ങനെ ആലോചിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുമായിട്ട് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞല്ലോ. ഈ 4% വരുന്ന ജൂതന്മാരായിട്ടാ യുദ്ധം ചെയ്യേണ്ടി? അങ്ങനെ യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ നബിയുടെ വാഗ്ദാനം അത് അല്ലാഹു സുബ്ഹാനഹു വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വമേധയാ ഒരു അക്ഷരം ഉരിയാടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവാധിനാഥനായ സർവകാലജ്ഞനായ അള്ളാഹുവിൻ്റെ വഹിയിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിവിടെ പുലരേണ്ടതുണ്ട്. അത് പുലരാൻ ഇവരവിടെ ഒരുമിച്ച് കൂടണം. ഒരുമിച്ച് കൂടിയെങ്കിലേ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ അവരെ ശിക്ഷിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവും. അവർ ശിക്ഷിക്കും, അവർക്കൊരു സഹായം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതിവിടെ പുലരണമെങ്കിൽ ഇനിയുള്ള ഈ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യണം. വരും ഇൻഷാ അല്ലാഹു തആല, ഉറപ്പാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂചന ഉണ്ട്, സൂറത്തുൽ ഇസ്രാഈൽ. പക്ഷേ നമ്മുടെ ജീവിതകാലത്ത് അത് കണ്ണിൽ കണ്ടുകൊണ്ട് കൺകുളിർക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
വഅമ്മല്ലദീന ആമനു. അവസാനത്തെ ആയത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. ഫഅമ്മല്ലദീന ആമനു വഅമ്മല്ലദീന ആമനു, എന്നാൽ സത്യവിശ്വാസികൾ. ഇപ്പം ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളെ കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയാണ്. സത്യവിശ്വാസികളായ ആളുകൾ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, ഫയുവഫിയഹും ഉജൂറഹും, അവരുടെ പ്രതിഫലം നാം അവർക്ക് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാകുന്നു. ഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ ആമിലീൻ, അല്ലാഹു തആല പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനം അശേഷം പാഴാക്കി കളയുകയില്ല. അത് മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ, ആരെങ്കിലും ഒരു നന്മയായി വന്നാൽ 10 ഇരട്ടി മിനിമം അല്ലാഹു തആല പ്രതിഫലം നൽകും. ഫയുവഫീഹിം ഉജൂറഹും, അവരുടെ പ്രതിഫലം അല്ലാഹു തആല അവർക്ക് നിറവടിയാക്കി കൊടുക്കുന്നതിന് വേണ്ടി. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, അല്ലാഹു തആല ഒരിക്കലും പാപികളെ, അതിക്രമകാരികളെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ പേരിലാണ് അവരിവിടെ ആടിത്തിമർക്കുന്നത് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ذَلِكَ نَتْلُوهُ عَلَيْكَ مِنَ الْآيَاتِ وَالذِّكْرِ الْحَكِيمِ, ഇത് നാം താങ്കൾക്ക് ഓതിത്തരികയാണ്. വളരെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ ഉത്ബോധനങ്ങളും യുക്തിബന്ധുരമായ ഈ ആയത്തുകളും താങ്കൾക്ക് നാം ഓതിത്തരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും പരിപൂർണമായി അല്ലാഹു തആല നാളെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമെന്ന് ഇവിടെ വാഗ്ദാനം ചെയ്യുകയും ചെയ്ത ആ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.